നമുക്കിനി സെക്ഷൻ 35 അടി എന്താണെന്ന് നോക്കാം. ഇത് സ്പെസിഫൈഡ് ബിസിനസ്സാണ്. ക്യാപിറ്റൽ നേച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് അതർ ദാൻ ലാൻഡ്, ഗുഡ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൺസ്, സെക്യൂരിറ്റീസ്, സ്റ്റോക്സ്, ഷെയർസ്, മ്യൂച്വൽ ഫണ്ട്സ്, ഡെറിവേറ്റീവ്സ്, ലോൺസ്, ഡെപ്പോസിറ്റ്, ഇതെല്ലാം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിനകത്ത് വരുന്നതാണ്. ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ലിങ്ക്ഡ് ടാക്സ് ഇൻസെൻറ്റീവ്സ് ആണ്. അത് സ്പെസിഫൈഡ് ബിസിനസ്സിന് വേണ്ടി മാത്രമാണ്. ഇത് കിട്ടുന്നതിന് വേണ്ടി അസസി ഡിഫോൾട്ട് ടാക്സ് റെജീമിൽ നിന്ന് പുറത്തു വരണം. ഷിഫ്റ്റ് ഔട്ട് ഓഫ് ഡിഫോൾട്ട് ടാക്സ് റെജീം. അതായത് ഓൾഡ് സ്കീമിൽ മാത്രമേ, ഓൾഡ് ടാക്സ് റെജീമിൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. 115 BAC 1A നിന്ന് ഷിഫ്റ്റ് ഔട്ട് ചെയ്താൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. ഇനി ഏതൊക്കെയാണ് സ്പെസിഫിക് ബിസിനസ് നമുക്ക് നോക്കാം. അപ്പം ഈ സ്പെസിഫിക് ബിസിനസ്സിലുള്ള ഇൻവെസ്റ്റ്മെന്റിന് ഡിഡക്ഷൻ കിട്ടും. 100% ഡിഡക്ഷൻ കിട്ടും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ക്രോസ് കൺട്രി നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ്, പെട്രോളിയം പൈപ്പ് ലൈൻ നെറ്റ്വർക്ക് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ്. ഇത് നമ്മൾ പറയുമ്പം ഇത് വളരെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒന്നാണ്. കാര്യം ഇന്ത്യയുടെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ക്രോസ് കൺട്രി ആയിട്ട് പൈപ്പ് ലൈൻ ഇടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. അത് സാധാരണ പിന്നെ ഒരു കമ്പനിക്കൊന്നും ചെയ്യാൻ സാധാരണഗതിയിൽ പാടാണ്. അത് ക്രോഡ്സ് ഓഫ് റുപ്പീസ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടതാണ്. സാധാരണ ഒരു വേണമെങ്കിൽ ഇന്ത്യൻ കമ്പനിക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കൺസോർഷ്യം ഓഫ് കമ്പനീസ്. കൺസോർഷ്യം എന്ന് പറഞ്ഞാൽ പല കമ്പനികളും ഒത്തുചേർന്ന് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഒരു കൺസോർഷ്യം ഉണ്ട്. ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി മാത്രം ഉണ്ടാകുന്ന കൺസോർഷ്യമാണ്. പല കമ്പനിയായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ പല കമ്പനികൾ ചേർന്നായിരിക്കും ഇത് ഉണ്ടാകുന്നത്. അതിൽ ഓരോ എഗ്രിമെന്റ് കാണും, ആർക്ക് എന്തൊക്കെ റോളാണെന്ന്. ചിലപ്പം ഒരു കമ്പനി ടെക്നിക്കൽ കാര്യങ്ങളായിരിക്കും നോക്കുന്നത്, വേറൊരു കമ്പനി ഫിനാൻഷ്യൽ കാര്യങ്ങളായിരിക്കും നോക്കുന്നത്. അങ്ങനെ പല പല കാര്യങ്ങളായിട്ട് വർക്ക്, അവരുടെ റെസ്പോൺസിബിലിറ്റി അവരുടെ എഗ്രിമെന്റിൽ പറയുന്നുണ്ടാവും. ആരൊക്കെ എന്തൊക്കെ ചെയ്യാം, എത്രയൊക്കെ പ്രോഫിറ്റ് ഷെയർ അവർക്കുണ്ടാകും, എല്ലാ കാര്യങ്ങളും പറയുന്ന എഗ്രിമെന്റിൽ കൺസോർഷ്യം ഫോം ചെയ്യുമ്പോൾ. വേറൊരെണ്ണം ഉള്ളത് ലേയിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് ക്രോസ് കൺട്രി ക്രൂഡ് പെട്രോളിയം പൈപ്പ് ലൈൻ നെറ്റ്വർക്ക്. ആദ്യം പറഞ്ഞ നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ്, അതെല്ലാം കൂടെ ചേർന്നുള്ളത് ആയിരുന്നു. ഓക്കെ. രണ്ടാമത് പറഞ്ഞത് ക്രൂഡ് പെട്രോളിയം പൈപ്പ് ലൈൻ നെറ്റ്വർക്കാണ്. അതും ഇതുപോലെ തന്നെയാണ് കൺസോർഷ്യത്തിന് അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനീസിന് ഫോം ചെയ്യാവുന്നതാണ്. ഇനി SSCക്ക് ഫോം ചെയ്യുന്നത്, അതായത് കൺസോർഷ്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, കൺസോർഷ്യം വേണമെങ്കിലും ചെയ്യാം, SSCക്കും ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അത് എന്ന് വെച്ചാൽ കോൾഡ് ചെയിൻ ഫെസിലിറ്റീസ് ഫോർ മീറ്റ് പ്രോഡക്ട്സ്, പോൾട്രി, മറൈൻ ആൻഡ് ഡയറി പ്രോഡക്ട്സ്. പിന്നെ ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ പച്ചക്കറി, പിന്നെ ഫ്ലവേഴ്സ് എല്ലാം അതിനകത്ത്. ഫ്ലോറിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സിൻ്റെ മാത്രമാണ്, എക്സ്പോർട്ട് ക്വാളിറ്റി ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഫ്ലോറിക്കൾച്ചർ. പിന്നെ ആപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ ഹണി ബീസിൻ്റെ കൾച്ചർ, പ്രോസസ്ഡ് ഫുഡ് ഐറ്റം, ഇതെല്ലാം ഇത്തരം കാര്യങ്ങൾക്കുണ്ട്. കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉണ്ടാക്കുന്ന ചെയിൻ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ചെയിൻസ് ഉണ്ടാക്കാം. അത് SSCക്ക് ഇത് പറ്റും. ഓക്കെ. ഇതിനൊക്കെ ഡിഡക്ഷൻ കിട്ടുന്നതാണ്, 100% ഡിഡക്ഷൻ കിട്ടുന്നതാണ്. അടുത്തത് സെറ്റിംഗ് അപ്പ് ആൻഡ് ഓപ്പറേറ്റിംഗ് ഓഫ് വെയർഹൗസിംഗ് ഫെസിലിറ്റീസ് ഫോർ സ്റ്റോറിംഗ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്. അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിന് വെയർഹൗസിംഗ് ഫെസിലിറ്റീസ് ഉണ്ടാക്കുക. ബിൽഡിംഗ് ആൻഡ് ഓപ്പറേറ്റിംഗ് ഹോട്ടൽസ് ഓഫ് 2 സ്റ്റാർ ആൻഡ് അബവ്. 2 സ്റ്റാറിന് അബവ് 3 സ്റ്റാർ തൊട്ട് മുകളിലോട്ട്. ഓക്കെ. 3 സ്റ്റാർ അല്ലെങ്കിൽ 5 സ്റ്റാർ 7 സ്റ്റാർ അങ്ങനെയുള്ള ഹോട്ടൽസ് ഉണ്ടാക്കുന്നതിന് ഉള്ള എക്സ്പെൻസസ്. പിന്നെ ബിൽഡിംഗ് ആൻഡ് ഓപ്പറേറ്റിംഗ് ഹോസ്പിറ്റൽ വിത്ത് അറ്റ്ലീസ്റ്റ് 100 ബെഡ്സ്, 100 ബെഡിന് മുകളിലുള്ള ഹോസ്പിറ്റൽസ്. ഡെവലപ്പിംഗ് ആൻഡ് ബിൽഡിംഗ് ഹൗസിംഗ് പ്രോജക്റ്റ് അണ്ടർ നോട്ടിഫൈഡ് സ്കീം ഫോർ സ്ലം ഡെവലപ്മെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ. പിന്നെന്താണ് ഹൗസിംഗ് പ്രോജക്റ്റ് അണ്ടർ നോട്ടിഫൈഡ് സ്കീം, അഫോർഡബിൾ ഹൗസിംഗ് ഇൻ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ്. അഫോർഡബിൾ ഹൗസിംഗ് ഫോർ ഇന്ത്യൻ സിറ്റിസൺസ് അല്ലേ. നമ്മൾ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ചിലവ് കുറഞ്ഞ മാർഗങ്ങൾ ഉപയോഗിച്ച് ഹൗസിംഗ് പ്രോജക്ട്സ് ഉണ്ടാക്കുന്നതിനുള്ള പ്രോജക്റ്റ്. പിന്നെ ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ, അതൊരു പുതിയ പ്ലാന്റ് ആവാം, ഇല്ലെങ്കിൽ കപ്പാസിറ്റി എൻഹാൻസ്മെന്റ് ആവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. സെറ്റിംഗ് അപ്പ് ആൻഡ് ഓപ്പറേറ്റിംഗ് വെയർ ഹൗസിംഗ് ഫെസിലിറ്റി ഫോർ ഷുഗറിന് നേരത്തെ നമ്മൾ വെയർ ഹൗസിംഗ് ഫെസിലിറ്റി ഫോർ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് പറഞ്ഞു, ഇപ്പോൾ ഷുഗറിൻ്റെ കാര്യമുണ്ട്. ബീ കീപ്പിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഹണി ആൻഡ് ബീ വാക്സ്, അപ്പിക്കൾച്ചർ. Setting up and operating of inland container depot or a container freight station notified approved by Customs Act 1962.
ഇപ്പോൾ കണ്ടെയ്നർ ഡിപ്പോ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം വിഴിഞ്ഞത്ത് നമുക്ക് പോർട്ട് വരും. അപ്പോൾ പോർട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കപ്പൽ വന്നു, അല്ലെങ്കിൽ കപ്പലിൽ ഒരു സാധനം കയറ്റി അയക്കണം. ഈ സാധനം കൊണ്ടുവന്ന് കപ്പൽ വരുന്ന ദിവസം നമുക്ക് നേരത്തെ കിട്ടുമെങ്കിലും ചിലപ്പം താമസിച്ചു വരാം, ഇല്ല വന്നാൽ തന്നെ ഉടനെ അത് സാധനം കയറ്റണമെന്ന് നിർബന്ധമില്ല. ഇപ്പം ടെമ്പററി ആയിട്ട് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം. ഈ കണ്ടെയ്നേഴ്സ് നമ്മൾ കൊണ്ടുവരുന്ന കണ്ടെയ്നേഴ്സ്, അതിനകത്ത് ഇറക്കുന്ന കണ്ടെയ്നറുകൾ നമ്മൾ പോർട്ടിൽ തന്നെ സൂക്ഷിക്കുവാണെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് ടെമ്പറേച്ചർ ചാർജ് കൊടുക്കേണ്ടി ഇത്ര ദിവസത്തിന് അവിടെ നിന്ന് മാറ്റണമെന്നാണ്. കാര്യം അവിടെ ഫെസിലിറ്റീസ് കാണത്തില്ല, അത്രയും സാധനങ്ങൾ സൂക്ഷിക്കാൻ ഫെസിലിറ്റീസ് കാണത്തില്ല. അപ്പോൾ അത് അവിടെ വെളിയിൽ സൂക്ഷിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുചെല്ലുന്ന സാധനം കപ്പൽ കയറ്റി വിടുന്നവരെ, കപ്പൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ആ പോർട്ടിനകത്ത് സ്ഥലം കാണത്തില്ല. അപ്പോൾ അത് വെളിയിൽ സൂക്ഷിക്കേണ്ടി വരും. അപ്പം നമുക്ക് അതിനുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി ആവശ്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള കണ്ടെയ്നർ ഡിപ്പോസ്, അത് സെറ്റിംഗ് അപ്പ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ഇൻലാൻഡ് container depot or a container freight station notified approved with the customs and institution. അങ്ങനെയുള്ള കാര്യം ഇപ്പം നമ്മൾ വൺസ് ഇത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവർ തന്നെ അത് കയറ്റി അയച്ചോളൂ. അവിടെ ഈ കണ്ടെയ്നർ ഡിപ്പോക്കാർ തന്നെ അത് അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ന ഇതിനകത്ത് കപ്പൽ കയറ്റി അയക്കണമെന്ന് പറഞ്ഞാൽ അവർ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഏത് സമയത്താണോ വരുന്നത് അത് നോക്കി അവരവിടെ നിന്ന് അയച്ചോളൂ. അതിലുള്ള ചാർജ് ഇങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അവിടെ സൂക്ഷിക്കുന്ന ചാർജ്. ഇനി laying and operation a slurry pipeline for the transportation of iron ore. സ്ലറി പൈപ്പ് അയൺ ഓർ സ്ലറി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള, ഇല്ലെങ്കിൽ അത് ട്രാൻസ്പോർട്ട് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ സ്ലറി ആക്കി ലിക്വിഡ് ഫോമിലാക്കി സ്ലറി ആക്കി അയൺ ഓർ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള പൈപ്പ് ലൈൻസ്. ഓക്കെ. പിന്നെ സെറ്റിംഗ് അപ്പ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് സെമി കണ്ടക്ടർ വേഫർ ഫാബ്രിക്കേഷൻ മാനുഫാക്ചറിംഗ് യൂണിറ്റ്. സെമി കണ്ടക്ടർ വേഫർ ഫാബ്രിക്കേഷൻ യൂണിറ്റ് നമ്മൾ സെമി കണ്ടക്ടർ ICs ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് അതിന് വേണ്ടിയുള്ള ഫെസിലിറ്റീസ്. അപ്പോൾ വേഫർ ഫാബ്രിക്കേഷൻ മാനുഫാക്ചറിംഗ് യൂണിറ്റ് അതിന് വേണ്ടിയുള്ള എക്സ്പെൻസസ്. ഓക്കെ. അതുപോലെ ഡെവലപ്പിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓപ്പറേറ്റിംഗ് ഇല്ലെങ്കിൽ ഡെവലപ്പിംഗ് മെയിൻറ്റെയിനിങ് ഇല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഡെവലപ്പിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് എനി ന്യൂ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയുടെ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷനോ നമുക്ക് ബോർഡ് സിസ്റ്റം ഒക്കെ ഉണ്ട്. ഓക്കെ. അപ്പം ബോട്ട് എന്ന് പറഞ്ഞാൽ ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ, അങ്ങനെയുള്ള സിസ്റ്റംസ് ഒക്കെ നമുക്കിപ്പം ഉണ്ട്. പലതരത്തിലുള്ള രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൂടി കൊണ്ടുവന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടത്താൻ വേണ്ടിയുള്ള പ്രോഗ്രാംസാണ് ഇതൊക്കെ. അപ്പോൾ അതുപോലെ അതൊരു റോഡ്, അപ്പോൾ അതിനകത്ത് ടോൾ റോഡ്, ബ്രിഡ്ജ്, റെയിൽ സിസ്റ്റം, ഹൈവേ പ്രോജക്റ്റ് ഇൻക്ലൂഡിങ് ഹൗസിംഗ് ഓർ അതർ ആക്ടിവിറ്റീസ് ഓഫ് പാർട്ട് ഓഫ് ഇറ്റ്. നമ്മൾ റോഡ്, ഹൈവേ എല്ലാം അതിനകത്ത് വരും. വാട്ടർ സപ്ലൈ പ്രോജക്റ്റ് വരും, വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം, ഇറിഗേഷൻ പ്രോജക്റ്റ്, സാനിറ്റേഷൻ ആൻഡ് സർവീസ് സിസ്റ്റം, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം, ഇതെല്ലാം അതിനകത്ത് വരുന്നത്. അപ്പം ഇതിനകത്ത് ഇത് വരുമ്പോൾ ഇത്രയും സാധനം ഇതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഇതിൽ എന്തൊക്കെ ഡിഡക്ഷൻസ് കിട്ടും എന്നുള്ളതാണ് അടുത്ത. അപ്പോൾ അതിനൊക്കെ ഒരു ഡേറ്റ് ഉണ്ട്. ഡേറ്റ് കമൻസ്മെൻറ്റ് ഓപ്പറേഷൻ ഓൺ ഓർ ആഫ്റ്റർ. ഈ ഓരോ ഡേറ്റിന് ശേഷമാണിത്. അപ്പം നമ്മൾ പല ഡേറ്റുകളിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഡേറ്റിന് ശേഷമുള്ളത് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ റോഡ്സും മറ്റൊക്കെ വരുന്നു. അതിനകത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാത്രമേ പറ്റുകയുള്ളൂ. 1 ഏപ്രിൽ 2017 ശേഷം മാത്രമേ അത് പറ്റുള്ളൂ. അതുപോലെ ഓരോന്നിനും ഡേറ്റ് ഉണ്ട്. അതിന് മുമ്പുള്ളതിന് അത് ബാധകമല്ല. അതിന് രക്ഷ കിട്ടുകയില്ല. അപ്പം ഇത് ചെയ്ത ഇങ്ങനെയുള്ള കാര്യം ഈ പറയുന്ന നിങ്ങൾ സ്പെസിഫൈഡ് ബിസിനസ്സുകളാണ്. ഈ സ്പെസിഫൈഡ് ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% ഡിഡക്ഷൻ ഓൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ആസ് ബിസിനസ് എക്സ്പെൻസസ് ഫോർ accessory opting for deduction under section 35AD അനുസരിച്ച് സ്പെസിഫൈഡ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% ഡിഡക്ഷൻ ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കിട്ടും ആ പ്രീവിയസ് ഇയർ. Reduction on capital expenditure except on land, goodwill and financial instruments. അപ്പോൾ ലാൻഡിനോ ഗുഡ്വില്ലോ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിലോ ഡിഡക്ഷൻ കിട്ടുകയില്ല. എക്സ്പെൻഡിച്ചർ ബൈ ക്യാഷ് ₹10,000 per day. മാക്സിമം ₹10,000 എക്സ്പെൻഡിച്ചർ ബൈ ക്യാഷേ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ബാങ്ക് ട്രാൻസ്ഫർ ത്രൂ ആയിരിക്കും, ബാങ്ക് ത്രൂ ആയിരിക്കും, അപ്രൂവ്ഡ് മീൻസ് ഓഫ് ട്രാൻസ്ഫർ ആയിരിക്കണം. ക്യാഷ് ആയിട്ട് 10,000 കൊടുക്കാൻ പറ്റുള്ളൂ. അത് മാത്രം അപ്രൂവ് ചെയ്യത്തില്ല. അതിന് മുകളിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്താൽ അത് അപ്രൂവ് ചെയ്യത്തില്ല, അതിന് ഡിഡക്ഷൻ കിട്ടുകയില്ല.
ഇനി company would not be eligible for deduction under 35AD if it opts for the special provisions of section 115BAA or 115BAB. അതായത് 115BAയോ 115BABയോ ഉള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനികൾക്ക് ഈ പറയുന്ന ഡിഡക്ഷൻ കിട്ടുകയില്ല. ഇനി ഇൻഡിവിജ്വലിൻ്റെ കേസ് ആണെങ്കിൽ അവർ the old ടാക്സ് റിജീം അവർ സ്വീകരിക്കണം. അപ്പം പുതിയ ഡിഫോൾട്ട് ടാക്സ് റിജീമായ 115BAC 1A ആപ്ലിക്കബിൾ അല്ല. അത് സ്വീകരിക്കുകയാണെങ്കിൽ ഇത് കിട്ടുകയില്ല, ഈ ഡിഡക്ഷൻ കിട്ടുകയില്ല. എക്സ്പെൻഡിച്ചർ പ്രിയർ ടു ദ കമൻസ്മെന്റ് ഓഫ് ഓപ്പറേഷൻ, ആ ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും. പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവുന്നില്ലെങ്കിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനും ഇല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനും കുറച്ച് ഇപ്പോൾ 2-3 കൊല്ലം എടുത്തായിരിക്കും ഇത് കംപ്ലീറ്റ് ആക്കുന്നത്. ഓക്കെ, അപ്പം അത് കമൻസ്മെന്റ് ചെയ്യുന്നതിന് മുമ്പുള്ള പീരീഡിലെ എക്സ്പെൻഡിച്ചർ, the expenditure incurred wholly or exclusively for the purpose of suspended business prior to commencement of operation. Okay, prior period expense എന്ന് പറയുന്നത് would be allowed as deduction during the previous year in which the assessee commence operations on a specific business. അത് കമൻസ് ചെയ്യുന്ന കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കമൻസ് ചെയ്യുന്ന പ്രീവിയസ് ഇയറിൽ അത് പ്രയർ ഓപ്പറേഷൻസിന്റെ എക്സ്പെൻസസ് നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. This amount should be capitalized in the bookers account. അപ്പം അത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഈ പറയുന്ന എക്സ്പെൻസ് ക്യാപിറ്റലൈസ് ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമേ ഈ ഒരു പ്രയോജനം കിട്ടുകയുള്ളൂ. ഓ ദ അസസി ഓൺ ദ ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ദ ഓപ്പറേഷൻ, അത് കമൻസ്മെന്റ് ചെയ്യുന്ന ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓപ്പറേഷനിൽ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ ഈ പറയുന്ന പ്രയർ എക്സ്പെൻസസ് അത് അക്കൗണ്ട് ചെയ്യുകയും വേണം. അത് ഫിക്സ്ഡ് അസറ്റ്, അതിൻ്റെ ഫിക്സ്ഡ് അസറ്റിൽ ക്യാപിറ്റൽ എക്സ്പെൻസ് മാത്രമേ കിട്ടുകയുള്ളൂ ഫോർ ഫോളോയിങ് ഡിഡക്ഷൻസ്. പോസ്റ്റ് പീരിയഡ് എക്സ്പെൻസസ് എനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. അപ്പം നമ്മൾ വൺസ് കമൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പീരീഡിലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. നോ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 10AA. എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്സ് ഉണ്ട് 10AA എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്സ് പോലെയുള്ള സെസ്, സ്പെഷ്യൽ എക്കണോമിക് സോൺസ്, സെക്സ്. അപ്പം അതാണ് 10AA എന്ന് പറയുന്നത്. അപ്പോൾ 10 സെസ് പോലെയുള്ള കാര്യങ്ങൾ ചാപ്റ്റർ 6A താഴെയുള്ള ഡിഡക്ഷൻസ് ആൻഡ് ഡിഡക്ഷൻസ് ഇൻ റെസ്പെക്ട് ഓഫ് certain ഇൻകംസ്, അത് ഈ 35AD ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ക്ലെയിം ചെയ്യാൻ പറ്റില്ല, അത് കിട്ടില്ല. വൺസ് അസസി ക്ലെയിം ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 35AD ഫോർ പർട്ടിക്കുലർ ഇയർ, ഈ കനോട്ട് ക്ലെയിം ബെനിഫിറ്റ്സ് അണ്ടർ ചാപ്റ്റർ 6A 10AA. ഓക്കെ, ഇനി വേറൊരു കാര്യം വേറൊരു നോട്ട് ചെയ്യാനുള്ളത്, പൈപ്പ്ലൈൻ ഈസ് യൂസ്ഡ് ആസ് എ കോമൺ കാരിയർ. ഓക്കെ, അത് പെട്രോളിയം ഗ്യാസും ഓയിലിൻ്റെയും ഒക്കെ, പെട്രോളിയം പ്രൊഡക്റ്റിൻ്റെയും ഗ്യാസിൻ്റെയും നാച്ചുറൽ ഗ്യാസിൻ്റെയും കോമൺ കാരിയറായിട്ട് പൈപ്പ്ലൈൻ യൂസ് ചെയ്യുകയാണെങ്കിൽ 1/3 will be made available for natural gas pipeline and 1/4 for petroleum product pipeline. അതൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ കണ്ടീഷൻസ് ടു ബി ഫുൾഫിൽഡ് ഫോർ അവൈലിംഗ് ഡിഡക്ഷൻസ് അണ്ടർ 35AD. എന്തൊക്കെ കണ്ടീഷൻസ് ആണുള്ളത്? ബിസിനസ് ഷുഡ് ബി ന്യൂ, പുതിയ ബിസിനസ് ആയിരിക്കണം. അതൊരു പഴയ ബിസിനസ് തട്ടിക്കൂട്ടി പുതിയ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി ഫോംഡ് ബൈ സ്പ്ലിറ്റിംഗ് അപ്പ് റീകൺസ്ട്രക്ഷൻ ഓഫ് ബിസിനസ് ഓൾറെഡി ഇൻ എക്സിസ്റ്റൻസ്. ഇനി സ്പെസിഫിക് ബിസിനസ് ഷുഡ് നോട്ട് ബി സെറ്റപ്പ് ബൈ ഫുള്ളി ട്രാൻസ്ഫറിങ് യൂസ്ഡ് P&M. അപ്പോൾ അതിൻ്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി, പഴയ മെഷീനറി സെക്കൻഡ് ഹാൻഡ് മെഷീനറി ഉപയോഗിച്ചും ഫുള്ളി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. മാക്സിമം 20% ഉപയോഗിക്കാം പഴയ മെഷീനറി, പുതിയ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രീവിയസ്ലി യൂസ്ഡ് എക്യുപ്മെൻറ്റ് എന്തെങ്കിലും പുതിയ എക്യുപ്മെൻറ്റ് എന്നുള്ള കണ്ടീഷൻ എന്താണ്? അപ്പോൾ താഴെ ഈ പറയുന്ന കേസുകൾ പുതിയതായിട്ട് കൺസിഡർ ചെയ്യുക. ഏതൊക്കെ കേസുകളാണ്? അതായത് യൂസ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബൈ എനി പേഴ്സൺ അതർ ദാൻ അസസി. അസസി അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പേഴ്സൺ ഔട്ട്സൈഡ് ഇന്ത്യ യൂസ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത സാധനം. പിന്നെ സച്ച് പ്ലാന്റ് മെഷീനറി പ്രയർ ടു ദ ഡേറ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ ബൈ അസസി നോട്ട് യൂസ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നേരത്തെ യൂസ് ചെയ്തിട്ടില്ലാത്തവ. ഓക്കെ, ഇന്ത്യയിൽ നേരത്തെ യൂസ് ചെയ്തിട്ടില്ലാത്തവ എന്ന് പറഞ്ഞാൽ വെളിയിൽ യൂസ് ചെയ്താകാം എന്നാണ് അർത്ഥം. ദ P&M ഈസ് ഇമ്പോർട്ടഡ് ടു ഇന്ത്യ ഫ്രം ഫോറിൻ കൺട്രി. ഫോറിൻ കൺട്രിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാകാം.
നോ ഡിഡക്ഷൻസ് അലൗഡ് ഓൺ ദി P&M ടു എനി പേഴ്സൺ അറ്റ് എനി ടൈം പ്രയർ ടു ഇൻസ്റ്റലേഷൻ ബൈ SSC. അപ്പോൾ നേരത്തെ ഈ സെയിം മെഷീനറിയുടെ മുകളിൽ ഡിഡക്ഷൻസ് യാതൊരു രീതിയിലുള്ള ഡിഡക്ഷൻസും കിട്ടിയിരിക്കാൻ പാടില്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ മെഷീനറിയുടെ മുകളിൽ ഡിഡക്ഷൻസ് നമ്മൾ അവൈൽ ചെയ്ത് ആയിരിക്കരുത് മുമ്പ്. Actual cost of the asset for which deductions has been allowed under section 35 AD shall be taken as nil. അപ്പം ഈ 35 AD ഡിഡക്ഷൻ 100% ഡിഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നില്ലായിരിക്കും. ഓക്കെ, ക്യാപിറ്റൽ അസറ്റ് ടു ബി യൂസ്ഡ് ഫോർ സ്പെസിഫിക് ബിസിനസ് ഷാൽ ബി ഹെൽഡ് ഫോർ അറ്റ്ലീസ്റ്റ് 8 years. 8 കൊല്ലം. വൺസ് നിങ്ങളിത് 35 AD നിങ്ങൾ അസസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 8 കൊല്ലത്തേക്ക് നിങ്ങളത് യൂസ് ചെയ്തിരിക്കണം. For which deduction is claimed under 35 AD. 35 AD deduction claim ചെയ്ത് കഴിഞ്ഞാൽ 8 കൊല്ലത്തേക്ക് ഇത് യൂസ് ചെയ്തിരിക്കണം. If such asset is used for any other purpose other than specified business, the total amount of deductions so claimed and allowed in previous year in respect of such asset shall be deemed to be income of the assessee, chargeable under head PGPP or the previous year in which the asset is used. അതായത് നിങ്ങൾ ഈ 8 കൊല്ലത്തിനിടയ്ക്ക് നിങ്ങളിത് ഈ സ്പെസിഫൈഡ് ബിസിനസ്സിന് വേണ്ടി വാങ്ങിച്ച ഇല്ലെങ്കിൽ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്ത എക്വിപ്മെൻറ്റ് വേറെ ഏതെങ്കിലും കേസിന് അതിനല്ല സ്പെഷ്യൽ ബിസിനസ്സിനല്ലാതെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഡിഡക്ഷൻ കിട്ടിയ എമൗണ്ട് എന്താവും? അത് ഇൻകമായിട്ട് മാറും. PGBPയുടെ താഴെ ഇൻകമായിട്ട് ഏത് കൊല്ലമാണോ നിങ്ങൾ വേറെ യൂസ് ചെയ്യുന്ന ആ കൊല്ലം അത് കണക്കാക്കും. അത് ഇൻകമായിട്ട് കണക്കാക്കും. ഇഫ് സോൾഡ് ഓർ പുട്ട് ടു അതർ ബിസിനസ്, അത് വിൽക്കുകയോ മറ്റുള്ള ബിസിനസ് യൂസ് ചെയ്താൽ ഇറ്റ് വിൽ ബി ബിസിനസ് ഇൻകം ഇൻ ദ റെസ്പെക്റ്റീവ് പ്രീവിയസ് ഇയർ ആൻഡ് വിൽ ബി ഈക്വൽ ടു PGBP ഇൻകം. അല്ലേ? അങ്ങനെ നിങ്ങൾ മറ്റുള്ള ബിസിനസ്സിനെ വിൽക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് PGBP ഇൻകമായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിഡക്ഷൻസ് ക്ലെയിംഡ് ആൻഡ് അലൗഡ് ഇൻ വൺ ഓർ മോർ പ്രീവിയസ് ഇയർ മൈനസ് ഡീംഡ് ഡിപ്രിസിയേഷൻ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് കൊല്ലം, ഇപ്പം 8 കൊല്ലത്ത് 3ാമത്തെ കൊല്ലം നിങ്ങളിത് മറ്റ് ബിസിനസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ 3 കൊല്ലത്തെ അത് ഡിപ്രിസിയേഷൻ അല്ല, ഈ നിങ്ങൾ അതിൻ്റെ എത്ര ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടോ അതിൽ നിന്നും എന്ന് പറഞ്ഞാൽ 35 AD പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടുള്ള എമൗണ്ടിൽ നിന്നും ഈ 3 കൊല്ലത്തേക്കുള്ള ഡിപ്രിസിയേഷൻ കണക്കാക്കി ആ ഡിപ്രിസിയേഷൻ കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് ടാക്സ് അടയ്ക്കണം. ഡീം ഡിപ്രിസിയേഷൻ കണക്കാക്കണം. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന വർഷത്തെ ആ പറയുന്ന ക്യാപിറ്റൽ അസറ്റിന് സെക്ഷൻ 32ൻ്റെ താഴെ ഏത് പെർസെൻറ്റേജ് ആണോ ഡിപ്രിസിയേഷന് ചാർജ് ചെയ്യുന്നത് ആ ബ്ലോക്കിലുള്ളത് അത് വെച്ച് ഈ നിങ്ങൾ വാങ്ങിച്ച ദിവസം നിങ്ങളത് പുട്ട് യൂസ് ചെയ്ത ദിവസം തൊട്ട് 3 കൊല്ലത്തേക്ക് അത് കണക്കാക്കി ആ ഡിപ്രിസിയേഷൻ 3 കൊല്ലത്തെ കണക്കാക്കി WDV കണക്കാക്കിയിട്ട് ബാക്കിയുള്ള എമൗണ്ടിൽ നിങ്ങൾ അത് നിങ്ങളുടെ ഇൻകമായിട്ട് കണക്കാക്കി ടാക്സ് അടയ്ക്കേണ്ടി വരും. ഡിപ്രിസിയേഷൻ അലവബിൾ ആസ് ഇഫ് നോ ഡിഡക്ഷൻസ് വാസ് അലൗഡ് ആണ് 35 AD ഡിഡക്ഷൻ കിട്ടില്ല. നിങ്ങളുടെ മൊത്തം എമൗണ്ട് നിങ്ങളുടെ കോസ്റ്റ് ആയിട്ട് കണക്കാക്കി കിട്ടിയ അതിൽ നിന്നും ഡിപ്രിസിയേഷൻ കുറച്ച് ബാക്കി വരുന്ന എമൗണ്ട് നിങ്ങളുടെ ഇൻകമായിട്ട് കണക്കാക്കും വിൽക്കുവാണെങ്കിൽ. ഡിഡക്ഷൻസ് ക്ലെയിംഡ് അണ്ടർ 35 AD ഫോർ അസറ്റ്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഡിഡക്ഷൻസ് ക്ലെയിംഡ് under 35 AD for asset 1 crore in 2021. Now, in previous year 24-25, എന്താണ് സംഭവിച്ചത്? asset is used for purpose other than specific business. അപ്പോൾ സ്പെസിഫിക് ബിസിനസ്സിന് വേണ്ടി 1 crore മുടക്കി 2021 നിങ്ങൾ കുറച്ച് എക്യുപ്മെന്റ്സ് വാങ്ങിച്ചു. അത് 24-25 എന്ത് ചെയ്തു? മറ്റ് ബിസിനസ്സിന് യൂസ് ചെയ്തു. അസ്യൂമിങ് ദ അസറ്റ് ഈസ് യൂസ് ഫോർ മോർ ദൻ 179 days in 2020. But 2021 more than 179 days നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്ന് കണക്കാക്കുക. എന്ന് പറഞ്ഞാൽ ഫുൾ ഡിപ്രിസിയേഷൻ. ആൻഡ് ഡിപ്രിസിയേഷൻ അറ്റ് പ്രസന്റ് റേറ്റ് ഈസ് 15%. അപ്പോൾ ഇന്നത്തെ നിങ്ങളിത് മറ്റ് ബിസിനസ് യൂസ് ചെയ്തപ്പോഴുള്ള ഡിപ്രിസിയേഷൻ പറഞ്ഞാൽ 15% ആണ്. The depreciation for 2021, 22, 23, 24, 25 to be calculated as if no deduction is received under section 35 AD. അപ്പോൾ നിങ്ങൾക്ക് 35 AD 1 crore നിങ്ങൾ 2021 എന്ത് ചെയ്യും? നിങ്ങൾ അതിൻ്റെ 15% ഡിപ്രിസിയേഷൻ 179 ഡേയ്സിന് മുകളിലായതുകൊണ്ട് മൊത്തം 15 lakhs കണക്കാക്കി WDV കാൽക്കുലേറ്റ് ചെയ്യുമ്പം അപ്പം ആ വർഷം നിങ്ങൾ WDV 1 crore തന്നെ അടുത്ത കൊല്ലത്തേക്ക് ഈ പറയുന്ന 15 lakhs മൈനസ് ചെയ്യണം. ചെയ്ത്
നിങ്ങൾ WDV 85 lakhs ആണ്. ഓക്കെ, അപ്പോൾ 22-23 നിങ്ങൾ വീണ്ടും ഇതിൻ്റെ 15% കണക്കാകും 12.75, അത് മൈനസ് WDV 72.25. ഓക്കെ, അടുത്ത കൊല്ലം 61.41, അടുത്ത കൊല്ലം 52.21 WDV ആയി. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡിഡക്ഷൻ എത്ര വന്നു? 47.79. ഇത് ഡിഡക്ഷൻസ് നിങ്ങൾ ഡിപ്രിസിയേഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 52.27 ഈ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്ത് നിങ്ങളെ കോസ്റ്റായ 1 crore നിന്നും ഈ കൊല്ലങ്ങളിലെ ഡിപ്രിസിയേഷൻ നിങ്ങൾ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട്, ആ എമൗണ്ട് നിങ്ങൾ WDV നിങ്ങളുടെ ഇൻകമായിട്ട് കണക്കാക്കും. ആസ് പെർ സെക്ഷൻ 43(1), ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് for the assessee shall be cost as reduced by the amount of depreciation had the asset been used for the purpose of business since the date of acquisition. നിങ്ങൾ സ്പെസിഫിക് ബിസിനസ് യൂസ് ചെയ്തിട്ടേ ഇല്ല, ഇത് വാങ്ങിച്ച ദിവസം തൊട്ട് നിങ്ങൾ ബിസിനസ്സിനായിട്ട് മറ്റ് ബിസിനസ്സായിട്ട് യൂസ് ചെയ്തു എന്ന് കണക്കാക്കി സെക്ഷൻ 32 പ്രകാരം ഡിപ്രിസിയേഷൻ കണക്കാക്കി അത് മൈനസ് ചെയ്ത് കിട്ടുന്ന WDV സെക്ഷൻ 32 ആപ്ലിക്കബിൾ ആവും. അതാണ് അർത്ഥം. If sold, demolished, destroyed, discarded, transferred after 8 years, entire sale consideration shall be credited business income as per section 28. 8 കൊല്ലത്തിന് ശേഷമാണെങ്കിൽ അത് വിറ്റ് ഡിമോളിഷ് എന്ത് ചെയ്താൽ എൻ്റയർ സെയിൽസ് കൺസിഡറേഷൻ നമ്മൾ വിറ്റ് കിട്ടുന്ന എമൗണ്ട് എന്താണെന്ന് വെച്ചാൽ അത് എന്താണ് നിങ്ങളുടെ ഇൻകമായിട്ട് കണക്കാക്കും. സെറ്റ് ഓഫ് ഫണ്ട് ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസ് ഫ്രം സ്പെസിഫിക് ബിസിനസ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ലോസ് ഉണ്ടായി, ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അതാണ് നോക്കുന്നത്. ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്ന കാര്യം. The loss of assessee claiming deduction under 35AD in respect to specific business can be set off against the profit of another specific business under section 73A, irrespective of whether the latter is eligible for deduction under section 35AD. Loss of a specific business can be set off another specific business even if the latter is not eligible for deduction under 35AD. അതായത് നിങ്ങൾക്ക് 35AD സ്പെസിഫൈഡ് ബിസിനസ്സിൽ ഏതെങ്കിലും സ്പെസിഫിക് ബിസിനസ്സിൽ ഒരു ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അത് മറ്റൊരു സ്പെസിഫിക് ബിസിനസ്സിന് അകത്ത് മാത്രമേ അതിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റ് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആ പറയുന്ന മറ്റ് സ്പെസിഫിക് ബിസിനസ് പറയുന്നത് അത് ഡിഡക്ഷൻ ക്ലെയിം ചെയ്താണോ നിർബന്ധമില്ല. ഈ ഒരു സ്പെസിഫിക് ബിസിനസ് കാറ്റഗറി പെടുന്ന എന്തുവാകാം. ഫോർ എക്സാമ്പിൾ അതിലൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഡേറ്റിന് ശേഷമുള്ളത് മാത്രമേ ഈ ഡിഡക്ഷൻസ് കിട്ടുകയുള്ളൂ. അപ്പം എനിക്ക് 10-30 കൊല്ലം കൊണ്ട് 10-15 കൊല്ലം കൊണ്ട് എനിക്ക് ഒരു ബിസിനസ് ഉണ്ട്. ഞാൻ ഹോട്ടൽ ബിസിനസ്സിൽ, ഞാൻ ഹോസ്പിറ്റലിൽ 100 ബെഡ് മുകളിലുള്ള ഹോസ്പിറ്റലിൽ ഞാൻ നടത്തുന്നു, അതിലെനിക്ക് ലാഭം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇല്ലെങ്കിൽ 2 കൊല്ലത്തിന് ഇല്ലെങ്കിൽ 3 കൊല്ലം മുമ്പ് ഞാൻ എന്താണ് ഈ പറയുന്ന ഡേറ്റ് ഈ സ്പെസിഫിക് ബിസിനസ് ഡിഡക്ഷൻ കിട്ടുന്ന ഡേറ്റിന് ശേഷമുള്ള ഒരു ഡേറ്റിൽ ഞാനൊരു മറ്റു ബിസിനസ് തുടങ്ങി. ഞാൻ ഒരു ഹോട്ടൽ 3 സ്റ്റാർ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു. അത് ലോസ് വന്നു കഴിഞ്ഞാൽ മറ്റ് ഈ എൻ്റെ ഹോസ്പിറ്റൽ ബിസിനസ്സിനകത്ത് ഞാൻ ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടില്ല. കാര്യം ഈ ഒരു സ്പെസിഫിക് ബിസിനസ്സിൻ്റെ ഈ ഒരു ക്ലോസ് വരുന്നതിന് മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് ലാഭമുണ്ട്. ആ ലാഭത്തിൽ നിന്നും ഈ പറയുന്ന ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ് എന്നെ പറഞ്ഞ അർത്ഥം. അത് സ്പെസിഫിക് ബിസിനസ്സിൻ്റെ കാറ്റഗറി പെടണമെന്നേ ഉള്ളൂ. അത് ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടോ നിർബന്ധമില്ല. ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. For example, നമുക്ക് നോക്കാം. Mr. A has started a 3-star hotel in 2005. Okay, specific business, but not eligible eligible under section 35AD since started before 142010. Okay, അത് 2010 മുമ്പ് തുടങ്ങിയോണ്ട് അതിന് 3-star ഹോട്ടൽ അയാൾ ചെയ്തതിന് അയാൾ ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടില്ല, which is in good profit. Now he has started another 5-star hotel in 2011, specified and allowed deduction under 35AD, but benefit was പുതിയൊരു ബിസിനസ് 5-star ഹോട്ടൽ 2010 തുടങ്ങി. അപ്പം അതിനയാൾക്ക് അയാൾ 35AD ക്ലെയിം ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇത് ലോസ് ആയി. He can set off and carry forward his losses to the profit of the specified business of 3-star hotel, even though it is not eligible for deduction under 35AD. Okay, അതാണ് നേരത്തെ പറഞ്ഞത്. Deductions under 35AD shall only be allowed if the book of account are audited for the relevant previous year by chartered accountant duly signed and verified. ഓക്കെ, അപ്പം 35AD ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ ബുക്ക് ഓഫ് അക്കൗണ്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് വെരിഫൈ ചെയ്ത് സൈൻ ചെയ്ത് അതിൻ്റെ അത് ചെക്ക് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ആ പറയുന്ന റിലവൻറ്റ് ഫോംസിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്.
Assessee cannot claim reduction in respect of such expenditure incurred for specified business under any other provisions of Income Tax Act in the current year or under the section of any other year if the deduction has been claimed for or opted by him allowed under section 35. 35 AD യിൽ deduction claim ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ആക്ടിന്റെ താഴെയുള്ള മറ്റു യാതൊരു സെക്ഷന്റെ താഴെയും അല്ലേ ഈ പറയുന്ന എക്സ്പെൻഡിച്ചർ ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. XYZ Limited commenced operations of the business of a new 3-star hotel in Madurai, Tamil Nadu on 1/4/24. അല്ലേ, അപ്പോൾ മധുരയിലുള്ള ബിസിനസ് തുടങ്ങി, ഒരു പുതിയ 3-star ഹോട്ടൽ തുടങ്ങി 1/4/24. അതിന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 50 lakhs അതിൽ ചിലവാക്കി. ഓക്കെ, അതെപ്പോഴാണ് ചിലവാക്കിയത്? ജാനുവരി 24 തൊട്ട് മാർച്ച് 24. പക്ഷേ അയാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് എന്താണ്? ഏപ്രിൽ 1-ാം തീയതി 24-നാണ് അല്ലേ. അതേപോലെ അതായത് അയാൾ പ്രിയർ ടു കമൻസ്മെന്റ് ബിസിനസ് ബുക്ക് ഓഫ് അക്കൗണ്ടിൽ അയാൾ ഈ എക്സ്പെൻസ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് പ്രിയർ എക്സ്പെൻസസ് അയാൾക്ക് എപ്പോഴാണ് ഉണ്ടായത്? ജാനുവരി 24 തൊട്ട് മാർച്ച് 24 തൊട്ട് 50 lakhs അയാൾ പ്രിയർ എക്സ്പെൻസസ് ഉണ്ടായിട്ടുണ്ട്. എക്സ്ക്ലൂസീവ്ലി ഫോർ ദ അബോവ് ബിസിനസ് ആൻഡ് ക്യാപിറ്റലൈസ് ദ സെയിം ഓൺ ബുക്ക് ഓഫ് അക്കൗണ്ട്. എന്നിട്ട് 1/4/2024 ബിസിനസ് കമൻസ് ചെയ്തപ്പോൾ അയാൾ അത് ബുക്ക് ഓഫ് അക്കൗണ്ടിൽ അത് അക്കൗണ്ട് ചെയ്യുകയും ചെയ്തു, അത് ക്യാപിറ്റലൈസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ബുക്ക് ഓഫ് അക്കൗണ്ട് ആസ് ഓൺ 1/4/24. ഫർദർ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 24-25 ഇറ്റ് ഇൻകേർഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 2 crores. പിന്നെന്താണ്? കറണ്ട് ഇയറിൽ 24-25 എന്ന് പറഞ്ഞ കറണ്ട് ഇയറിൽ അയാൾക്ക് 2 കോടി എക്സ്പെൻസ് ക്യാപിറ്റൽ എക്സ്പെൻസ് നടത്തിയെങ്കിലും അതിൽ 1.5 crore വാസ് അക്വസിഷൻ പ്ലാൻ. 1.5 crore അക്വസിഷൻ പ്ലാനിൽ പോയി എന്ന് പറഞ്ഞാൽ അയാൾ ആ 1.5 crore നമുക്ക് ഇതിനകത്ത് പെടുത്താൻ പറ്റിയില്ല. ബാക്കിയുള്ള 50 lakhs മാത്രമേ ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റൂ. ഓക്കെ, ലാൻഡിന് നമ്മൾ സ്പെസിഫിക് ബിസിനസ്സിനകത്ത് നമ്മൾ ഡിഡക്ഷൻ കൊടുക്കാൻ പറ്റില്ല. എക്സ്ക്ലൂസീവ്ലി ഫോർ ദ അബോവ് ബിസിനസ് കമ്പ്യൂട്ട് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 35 DAD ഫോർ ദ അസസ്മെന്റ് ഇയർ 2025-26. അസസ്മെന്റ് ഇയർ 2025-26 എന്ന് പറഞ്ഞാൽ പ്രീവിയസ് 24-25 തന്നെ, ആ കറണ്ട് ഇയർ തന്നെ. അസ്യൂമിംഗ് ദാറ്റ് SYZ has fulfilled all the conditions specified under section 35 and has not claimed any deduction under chapter 6A. Chapter 6A ക്ലെയിം ചെയ്യാൻ പറ്റില്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 35 AD ക്ലെയിം ചെയ്യാണ്, വേറെ ഒന്നിനും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. He has exercised option to shift out of 150 BAC. മാത്രമല്ല ഓൾഡ് ടാക്സ് റെജിം മാത്രമേ പറ്റുകയുള്ളൂ, ന്യൂ ടാക്സ് റെജിമിൽ ഷിഫ്റ്റ് ഔട്ട് ചെയ്യണം. ഈ കണ്ടീഷനെല്ലാം അയാൾ പാലിച്ചിട്ടുണ്ട്. The profits from business of running this hotel before claiming depreciation under 35 AD for the assessment year is 25 lakhs. അപ്പോൾ ഇത് ക്ലെയിം ചെയ്യുന്ന മുമ്പുള്ള പ്രോഫിറ്റ് അയാൾ കൊമേഴ്ഷ്യൽ കൊമേഴ്ഷ്യൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 25 lakhs പ്രോഫിറ്റ് ഉണ്ടായി. ഓക്കെ, ബിഫോർ ക്ലെയിമിംഗ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ 24-25 അയാൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ 24-25 ക്ലെയിം ചെയ്ത് ആ കൊല്ലത്തെ റിട്ടേൺസിനകത്തല്ല ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ക്ലെയിം ചെയ്യുമ്പോഴത്തേക്ക് പ്രോഫിറ്റ് 25 lakhs ആയിട്ട് കാണിച്ചു. മനസ്സിലായി? അതായത് 24-25 എന്ന് പറയുന്ന കറണ്ട് ഇയർ, ആ കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് 25 lakhs ആണ്. ഓക്കെ, അസ്യൂം ദാറ്റ് he has another existing business of running for 4-star hotel in Coimbatore which commenced operation 15 years. അപ്പോൾ 15 കൊല്ലം മുമ്പ് തുടങ്ങിയ വേറൊരു ബിസിനസ് അക്കൗണ്ട് വേറെ 4-star ഹോട്ടൽ അക്കൗണ്ട്. പക്ഷെ അതിന് ക്ലെയിം ചെയ്തിട്ടുള്ള കാര്യം 15 കൊല്ലം മുമ്പ് തുടങ്ങിയതാണ്, അതുകൊണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ക്ലെയിം ചെയ്തിട്ടില്ല. അതിന് 35 AD ആപ്ലിക്കബിൾ അല്ല. The profit from this hotel is 120 lakhs for assessment year 2026. അപ്പം ഇതിനകത്തുള്ള പ്രോഫിറ്റ്, പുതിയ ബിസിനസ്സിലെ പ്രോഫിറ്റ് 25 lakhs, പഴയ ബിസിനസ്സിൽ ആ കറണ്ടുകളിൽ തന്നെ ഉള്ള ബിസിനസ് അത് അസസ്മെന്റ് 2026, അതായത് കറണ്ട് 24-25 120 lakhs, 1.2 crores. Assume that the payment for the capital expenditure are made by the net bank. അപ്പം നമ്മൾ 10,000 കൂടുതൽ ക്യാഷ് കൊടുത്തിട്ടില്ല, അപ്പം ത്രൂ നെറ്റ് ബാങ്കിങ് നടത്തിയിരിക്കുന്നത് അപ്രൂവ്ഡ് മീൻസ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ദ പ്രോഫിറ്റ് ഫ്രം the specific business for the new 3-star hotel എന്ന് പറഞ്ഞാൽ 25 lakhs ആണെന്ന് പറയുന്നത്. കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് 25 lakhs ആണ് പുതിയ ബിസിനസ്സിന്. അത് 35 AD ഡിഡക്ഷന് മുമ്പാണ്.
അപ്പോൾ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ അലൗഡ് അണ്ടർ 35AD ഫോർ ദ അസസ്മെന്റ് ഇയർ വിൽ ബി ആസ് അണ്ടർ. അപ്പോൾ അതിന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻ ദ പ്രീവിയസ് 24-25. അപ്പോൾ മൊത്തം കറണ്ട് ഇയറിലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 2 lakhs ആണെങ്കിലും 1.5 lakhs കോസ്റ്റ് ഓഫ് പ്ലാന്റ് ആയതുകൊണ്ട് ബാക്കി 50 lakhs മാത്രമേ അതിൽ അപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രിയർ ടു കമൻസ്മെന്റ് ഓഫ് ബിസിനസ് നമ്മൾ എന്താണ് ജാനുവരി 24 തൊട്ട് മാർച്ച് 24 വരെ അതിനകത്ത് ഉള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 50 lakhs ഓൾറെഡി ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. ടോട്ടൽ ചേർന്ന് 1 crore ആണ് അയാൾക്കുള്ള എക്സ്പെൻഡിച്ചർ. ലോസ് ഫ്രോം ദ സ്പെസിഫിക് ബിസിനസ് ന്യൂ ഹോട്ടൽ മധുരൈ. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ അയാൾ ക്ലെയിം ചെയ്യുന്ന 1 lakh ആണെങ്കിൽ അയാൾക്കുള്ള പ്രോഫിറ്റ് 25 lakhs ഉള്ളത് കൊണ്ട് അയാളുടെ ലോസ് എന്ന് പറയുന്നത് 75 lakhs ആണ്. പ്രോഫിറ്റ് ഫ്രം ദ എക്സിസ്റ്റിംഗ് സ്പെസിഫിക് ബിസിനസ്. അപ്പോൾ പഴയ ബിസിനസ്സിൽ അയാൾക്ക് 1.2 crores പ്രോഫിറ്റ് ഉണ്ട്. അപ്പം അത് നമ്മൾ ഈ ലോസ് സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നെറ്റ് പ്രോഫിറ്റ് ഫ്രം ദ ബിസിനസ് ആഫ്റ്റർ സെറ്റിംഗ് ഓഫ് ലോസ് ഫോർ സ്പെസിഫിക് ബിസിനസ് 45 lakhs. Again, the profit of another specific business. Okay. In section 35 CCs, deduction in respect of expenditure of agricultural extension project is allowed. അപ്പോൾ ഈ നമ്മൾ സെക്ഷൻ 35 CC നമ്മൾ സ്പെസിഫിക് ബിസിനസ് കഴിഞ്ഞു. ഇനി സെക്ഷൻ 35 CC ആണ്. അതനുസരിച്ച് എന്താണ് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ പ്രോജക്റ്റിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ്, ചില എക്സ്പെൻഡിച്ചേഴ്സ് അലൗഡ് ആണ്. ഏതൊക്കെയാണ്? 100% deductions allowed in respect of expenditure incurred for projects undertaken by SSC for training, education and guidance of farmers. Farmers in the training, education, guidance related to farming, capital and revenue except land. Land ഒഴിച്ചുള്ള capital and revenue expenditure. ഫാമേഴ്സിനെ പിന്നെ ട്രെയിനിങ് എഡ്യൂക്കേഷൻ ചില എക്യുപ്മെന്റ്സ് വാങ്ങിച്ചു, പ്രൊജക്ടർ വാങ്ങിച്ചു, ഇതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഇതെല്ലാം ക്യാപിറ്റലായിട്ട് വരും. അല്ലാതെ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്. ശമ്പളവും മറ്റു കാര്യമൊക്കെ വരുന്നു. ടീച്ചേഴ്സിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നു, അവർ പഠിപ്പിക്കുന്നു. ഈ കോസ്റ്റ് ഇതെല്ലാം നമുക്ക് എക്സ്പെൻസസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഡിഡക്ഷൻ കിട്ടുന്ന 35 CCC അനുസരിച്ച് ക്ലെയിം ചെയ്യാം. ഇനി CCD ഉണ്ട്. 35 CCD ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഓൺ സ്കിൽ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് അലൗഡ്. 100% deduction allowed in respect of expenditure incurred on skill development projects notified by the skill development board. അപ്പോൾ സ്കിൽ ഡെവലപ്മെന്റ് ബോർഡ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ചില സ്കിൽ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് ഉണ്ട്. അതിന് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ നിങ്ങൾക്ക് അലൗഡ് ആണ്. ഇൻ അക്കോർഡൻസ് വിത്ത് പ്രിസ്ക്രൈബ്ഡ് ഗൈഡ് ലൈൻസ് എക്സെപ്റ്റ് ഓൺ എക്സ്പെൻഡിച്ചർ ലാൻഡും ബിൽഡിംഗിനും ഇത് അലൗഡ് അല്ല. 35D അമോർട്ടൈസേഷൻ റേറ്റിംഗ് ഓഫ് ഓവർ എ പീരീഡ് എന്ന് പറഞ്ഞാൽ അത് പാർട്ട് ബൈ പാർട്ടായിട്ട് ഒരു 5 years 10 years ഒരു ടൈം പീരീഡിൽ അത് കുറച്ചായിട്ട് അത് എന്താ പറയുക, ഇത് ഈ പറയുന്ന എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ. ഒരു കൊല്ലം ഇത്ര പെർസെന്റ് ചെയ്തിട്ട് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് ഇൻ 5 years ഇൻ അലൗഡ്. അപ്പം അമോർട്ടൈസേഷൻ ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് ഇൻ 5 years അലൗഡ്. 5 കൊല്ലം കൊണ്ട് അത് റൈറ്റ് ഓഫ് ചെയ്യാം. പ്രിലിമിനറി എക്സ്പെൻസസ് ഏത് കേസിലാണ് അവൈലബിൾ ടു ഇന്ത്യൻ കമ്പനീസ്, എനി അതർ അസസി റെസിഡന്റ് ഇന്ത്യ, ഇന്ത്യൻ റെസിഡന്റ് ഇല്ലെങ്കിൽ ഒരു റെസിഡന്റ് ഇന്ത്യന് നോൺ കോപ്പറേറ്റ് ആയിട്ടുള്ള റെസിഡന്റ് ഇന്ത്യനോ ഓക്കെ ഇല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനീസിന് ഇൻ കേസ് ഓഫ് ന്യൂ കമ്പനീസ് ടു എക്സ്പെൻസസ് ഇൻകേർഡ് ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് ദ ബിസിനസ്. അല്ലെ, പുതിയ കമ്പനിക്കാണ് എന്താണ് നമ്മൾ ബിസിനസ് കമൻസ് ചെയ്യുന്ന ചില എക്സ്പെൻസ് നമുക്ക് വരാം. ആ എക്സ്പെൻസ് ഒക്കെ നമുക്ക് അമോർട്ടൈസ് ചെയ്യാം. ഫോർ എക്സിസ്റ്റിംഗ് കമ്പനീസ് ആണ് ഇൻ കേസ് ഓഫ് എക്സ്റ്റൻഷൻസ് ഓഫ് സെറ്റിംഗ് അപ്പ് ന്യൂ യൂണിറ്റ്, നമ്മൾ പുതിയ യൂണിറ്റുകൾ സെറ്റപ്പ് ചെയ്യും. ഒരു ഫെർട്ടിലൈസർ പ്ലാന്റ് ആണ്, പുതിയൊരു പ്ലാന്റ് നമ്മൾ സെറ്റപ്പ് ചെയ്യണം. ഓക്കെ, ആ പുതിയ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്ന എക്സ്പെൻസസ്. ഇനി എക്സ്പെൻസസ് ഇൻകേർഡ് ടിൽ ദ എക്സ്റ്റൻഷൻ ന്യൂ യൂണിറ്റ് കമൻസസ് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ. അത് ഓപ്പറേഷൻ ആവുന്നവരെ, പുതിയ യൂണിറ്റ് ഓപ്പറേഷൻ ആവുന്നവരെ ഉള്ള എക്സ്പെൻസസ്, ഇതൊക്കെ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. അവൈലബിൾ ടു ഓൾ റെസിഡന്റ് അസസി അതർ ദാൻ ഫോറിൻ. ഇത് ഫോറിൻ കമ്പനീസിന് ഇത് അപ്ലിക്കബിൾ അല്ല. Non-resident assessee of a foreign company, even President India cannot claim. Okay, ഒരു ഫോറിൻ കമ്പനി നോൺ റെസിഡന്റ് അസസി ആണെങ്കിൽ പോലും ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. അണ്ടർ 35D ആണ്. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് എക്സ്പെൻസസ് ബിഫോർ കമൻസ്മെന്റ് ബിസിനസ് ആണെങ്കിൽ പ്രിലിമിനറി എക്സ്പെൻസസ് കിട്ടും, ക്യാപിറ്റൽ എക്സ്പെൻസസ് കിട്ടും. ഓക്കെ, ഇനി ആഫ്റ്റർ ഇത് ബിഫോർ കമൻസ്മെന്റ് ആണ്. ബിഫോർ കമൻസ്മെന്റിനുള്ള പ്രിലിമിനറി എക്സ്പെൻസ് ക്യാപിറ്റൽ എക്സ്പെൻസ് കിട്ടും. ആഫ്റ്റർ കമൻസ്മെന്റ് ആണെങ്കിൽ റവന്യൂ എക്സ്പെൻസ് ക്യാപിറ്റൽ എക്സ്പെൻസ് കിട്ടും. ഇനി ക്വാളിഫയിങ് എലിജിബിൾ എക്സ്പെൻഡിച്ചർ, ഏതൊക്കെ എക്സ്പെൻഡിച്ചർ ആണ് ഇതിനകത്ത് ക്വാളിഫയിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള ഏതൊക്കെ എക്സ്പെൻസസ് ആണ് ക്ലെയിം ചെയ്ത ഡിഡക്ഷൻ കിട്ടാവുന്നത്.
expenditure in connection with the preparation of feasibility report, project report, market survey, engineering service relating to assessment business. ഇതിനെല്ലാം നമുക്ക് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാവുന്നതാണ്, എക്സ്പെൻസസ് ആയിട്ട് ചെയ്യാവുന്നതാണ്. ആസ് പെർ പ്രൊവിസ് 35D to a statement containing particulars of the above specified expenditure shall be furnished 1 month prior to the date due of return of income under section 139(1). അപ്പം 139(1) അനുസരിച്ച് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യണം. ആ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഓഡിറ്റിംഗ് വേണ്ട കമ്പനികൾക്ക് October 31 വേണ്ടാത്ത കമ്പനികൾക്ക് July 31 ആണ്. അപ്പോൾ 1 month prior to the date of return ഓഫ് ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ഓഡിറ്റഡ് കമ്പനിയിൽ ഓഡിറ്റിംഗ് വേണ്ട കമ്പനികൾക്ക് കമ്പനീസ് ആക്ട് അനുസരിച്ചുള്ള എല്ലാത്തിനും ഓഡിറ്റിംഗ് ആവശ്യമാണ്. അപ്പോൾ കമ്പനീസ് ആക്ട് അനുസരിച്ചല്ല, ചില കോർപ്പറേഷൻഷിപ്പ് കാണാം, അല്ലെങ്കിൽ മറ്റു പാർട്ണർഷിപ്പ് കാണാം, അങ്ങനെയുള്ള കേസുകൾ. അങ്ങനെയുള്ളവർക്ക് ഓഡിറ്റിംഗ് വേണ്ടാത്തവരാണ്. അവർക്ക് July 31 മുമ്പ് 1 month prior to 31 എന്ന് പറഞ്ഞാൽ എന്താണ്? September 30. ഓക്കെ. അതുപോലെ ഓഡിറ്റിംഗ് വേണ്ടവർക്ക് October 31 ആണ് ലാസ്റ്റ് ഡേറ്റ്. അതുകൊണ്ട് September 30 ആയിരിക്കും ലാസ്റ്റ് ഡേറ്റ്. മറ്റേത് June 30. നേരത്തെ July 30 ആയതുകൊണ്ട് June 30. ഇപ്പോൾ June 30 മുമ്പായിരിക്കും ഓഡിറ്റിംഗ് വേണ്ടാത്തവർക്ക്. വേണ്ടവർക്ക് September 30 മുമ്പ്. അപ്പോൾ ഫോർ ദോസ് ഹു ഡു നോട്ട് റിക്വയർ എനി ഓഡിറ്റിംഗ്, ദ ഡ്യൂ ഡേറ്റ് ഫോർ ഫയലിംഗ് ITR ഇൻ July 31, and for those require October 30. Name the details to be furnished before 30th June or 30th September as the case may be. In case of non-corporate assessee, an audit report from chartered accountant should be submitted. കോർപ്പറേറ്റ് അസസിക്ക് എന്തായാലും കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു ഓഡിറ്ററുടെ സൈനോട് കൂടി സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇല്ലാത്തവർക്ക് ഒരു വേറൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ റിപ്പോർട്ട് നിങ്ങൾ വാങ്ങിച്ച് വേണം സബ്മിറ്റ് ചെയ്യാനായിട്ട്. അറ്റ്ലീസ്റ്റ് 1 month prior to the due date of ROI relating to the year in which such expenditure was first claimed. Now, legal charges for drafting any agreement between the assessee and any other person for any purpose relating to the setting up of conduct of the business assessee. അപ്പോൾ എന്തെങ്കിലും ലീഗൽ ചാർജസ് നിങ്ങൾക്ക് ഇൻക്രീസ് ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാൻ പറ്റും. വേറെ അസസി ഇസ് എ കമ്പനി ആണെങ്കിൽ ലീഗൽ ചാർജസ് ഫോർ ഡ്രാഫ്റ്റിംഗ് മെമ്മറാണ്ടം, ആർട്ടിക്കിൾ അസോസിയേഷൻ, ഓക്കെ. അപ്പോൾ MOA ആൻഡ് AOA അത് വേണ്ടിയുള്ള ലീഗൽ ചാർജസ്, ഡ്രാഫ്റ്റിംഗ് എക്സ്പെൻസസ് ഇതെല്ലാം ക്ലെയിം ചെയ്യാം. Expenses of printing of MOA and AOA, printing charges, registration fee for registering the company under Companies Act, expenses in connection with the public issues of shares, debentures of a company, underwriting commission, brokerage and charges for drafting, printing and advertisement of the products. ഇത്തരം ചാർജസ് എല്ലാം കമ്പനീസിന് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. Any other expenses prescribed by the board for the purpose of amortization. ഇനി അമോർട്ടൈസേഷൻ എങ്ങനെയാണ്, അതിന് സീലിംഗ് എന്താണ്, അത് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് നോക്കും. അപ്പം കോർപ്പറേറ്റ് അസസി ആണെങ്കിൽ, റെസിഡന്റ് ഇന്ത്യൻ കമ്പനീസ് ആണെങ്കിൽ 5% ഓഫ് ദ പ്രോജക്ട് കോസ്റ്റ്, ഇല്ലെങ്കിൽ 5% ഓഫ് ദ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് വിച്ച് എവർ ഇസ് മോർ. അപ്പം 5% ഓഫ് ദ പ്രോജക്ട് കോസ്റ്റോ 5% ഓഫ് ദ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് വിച്ച് എവർ ഇസ് മോർ, അതാണ് കോർപ്പറേറ്റ് അസസിക്ക്. നോൺ കോർപ്പറേറ്റ് അസസിക്ക് ആണെങ്കിൽ 5% ഓഫ് ദ പ്രോജക്ട് കോസ്റ്റ് ഫോർ റെസിഡന്റ് നോൺ കോർപ്പറേറ്റ് അസസ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ 5% കൂടുതൽ വന്നാലും ആ കൂടുതൽ വന്ന എമൗണ്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. മാക്സിമം 5% നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. എമൗണ്ട് ഡിഡക്ഷൻ എന്ന് പറയുന്നത് 1/5 ഓഫ് ദ ക്വാളിഫയിങ് എമൗണ്ട്. ഈ 5% എന്നുള്ളത് ആ ഒരു എമൗണ്ട് 1/5 ഓഫ് ദ ക്വാളിഫയിങ് എമൗണ്ട്. അതിൻ്റെ 1/5 ഒരു വർഷവും ബാക്കി 4 കൊല്ലം സബ്സിക്വന്റ് ഇയറിൽ ബാക്കി 4 കൊല്ലത്തേക്ക് അതിൻ്റെ 1/5 വെച്ച്, അതായത് 20% വെച്ച് പെർ ഇയർ 20% നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. Starting from the previous year commences new unit brought in the production. The production start ചെയ്യുന്ന ആ ഒരു ഇയറിൽ പ്രീവിയസ് ഇയർ തൊട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ടോട്ടൽ ഓഫ് ദ പ്രിലിമിനറി എക്സ്പെൻസസ് ഓർ 5% വിച്ച് എവർ ഇസ് ലോവർ ഇസ് അലൗഡ്. അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസ് ആണോ 5%. 5% എന്ന് പറയുമ്പം നമ്മൾ പ്രോജക്ട് കോസ്റ്റ്, ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, ഇതിൽ ഏതാണോ കൂടുതൽ അതാണ് 5%. ഈ പറയുന്നത് കോർപ്പറേറ്റ് അസസിക്ക് ആ 5% ആണോ പ്രിലിമിനറി എക്സ്പെൻസ് ആണോ, ഏതാണോ കുറവ്. പ്രിലിമിനറി എക്സ്പെൻസ് 5% കുറവാണെങ്കിൽ അത് മാത്രമേ കിട്ടുള്ളൂ. 5% ആണ് കുറവെങ്കിൽ അത് കിട്ടുള്ളൂ. വിച്ച് ഈസ് ലോവർ ഈസ് അലൗഡ്. എക്സസ് ഓഫ് ദ മാക്സിമം ലിമിറ്റ് ഇഫ് എനി ഷാൽ ബി ഇഗ്നോർഡ്.
ഇനി എഫക്റ്റ് ഓഫ് അമാൽഗമേഷൻ ഓർ ഡീമർജർ. ഇനി ഒരു ഡീമർജറോ ഇല്ലെങ്കിൽ അമാൽഗമേഷനോ ആണെന്നുണ്ടെങ്കിൽ അതിന് എങ്ങനെയാണ് ഈ പറയുന്ന പ്രിലിമിനറി എക്സ്പെൻസസ് ക്ലെയിം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ഇൻ കേസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ് അണ്ടർ ദ സ്കീം ഓഫ് അമാൽഗമേഷൻ ഡീമർജർ, ദ റിസൾട്ടിംഗ് കമ്പനി ബീങ് ഇന്ത്യൻ കമ്പനി. അപ്പോൾ ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ റിസൾട്ടിംഗ് കമ്പനി അമാൽഗമേഷൻ ഓഫ് ഡീമർജർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസൾട്ടിംഗ് കമ്പനി ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ അതിന് shall entitled to claim reduction under 35D. 35D അനുസരിച്ചുള്ള എക്സ്പെൻസ് ക്ലെയിം ചെയ്യാം for the residual period as if the amalgamation demerger has not taken place. അത് ഈ അമാൽഗമേഷനോ ഡീമർജറോ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലെയിം ചെയ്യാൻ പറ്റും. സെക്ഷൻ 35D 5 and 5A ആണ് പറയുന്നത്. The year amalgamation demerger, the deduction shall be available to amalgamated resulting company as the case may be. അപ്പോൾ റിസൾട്ടിംഗ് കമ്പനിക്ക് ഇല്ലെങ്കിൽ അമാൽഗമേറ്റഡ് കമ്പനിക്ക് ഇത് പുതിയതായിട്ട് ഫോം ചെയ്ത ആ കമ്പനിക്ക് ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് ആസ് ഇഫ് ദർ ഇസ് നോ അമാൽഗമേഷൻ ടേക്കൺ പ്ലേസ്. കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ്, ന്യൂ ബിസിനസ്, അതിനകത്ത് എന്താണ് കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞു 5% ഓഫ് ദ കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് ഇല്ലെങ്കിൽ 5% ഓഫ് ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു, ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്താണ് കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ്, അതിന്റെ ഡെഫിനിഷൻ, അതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പം കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ന്യൂ ബിസിനസ് സംബന്ധിച്ചോളം എക്സ്പെൻസസ് ഇൻകേർഡ് ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് ദ ബിസിനസ്. ഓക്കെ, അപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്തൊക്കെയാണ്? ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്. അപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫിക്സ്ഡ് അസറ്റിന്റെ കോസ്റ്റ് വരാം, ആക്ച്വൽ കോസ്റ്റ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇൻക്ലൂഡിങ് എക്സ്പെൻസസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. അപ്പോൾ അതിനകത്ത് ലാൻഡും ബിൽഡിങ്ങും അതിനകത്ത് കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് ലാൻഡും ബിൽഡിങ്ങും വരാം. ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലാൻഡും ബിൽഡിംഗ് ഒരു കോസ്റ്റാണ്, കോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അത് ക്യാപിറ്റൽ കോസ്റ്റ് ആണ്. അതുകൊണ്ട് ലാൻഡും ബിൽഡിംഗ് അതിനകത്ത് ഉൾപ്പെടുത്തും. അത് ലാൻഡ് ഡെവലപ്മെന്റിനുള്ള ചാർജും അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്നത്, ലാൻഡ് ബിൽഡിംഗ് ഡെവലപ്മെന്റ്. ഇനി ലീസ് ഹോൾഡ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ. ഇനി എന്തെങ്കിലും ലീസിന് സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഫിറ്റിംഗ്സ്. റെയിൽവേ സൈഡിങ്. റെയിൽവേ സൈഡിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഒരു സിമെന്റിന്റെ ഒരു ഫാക്ടറി തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പം സിമെന്റ് എപ്പോഴും ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മൾ ഗുഡ്സ് ട്രെയിനിലായിരിക്കും നമ്മൾ മറ്റുള്ള സ്ഥലങ്ങൾക്ക് അയക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഫാക്ടറിയും ഈ സിമെന്റിന്റെ ഗോഡൌണും തമ്മിൽ ഒരു അത് കൊണ്ട് അവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു റെയിൽവേ ഒരു ട്രാക്ക് തന്നെ ചിലപ്പോൾ ഒരു ഷോർട്ട് സെക്ഷൻ ഓഫ് ട്രാക്ക് ഉണ്ടാക്കാം. ഓക്കെ, പാരലൽ ടു ദ റെയിൽവേസ് മെയിൻ ട്രാക്സ് ഉണ്ടാക്കി അത് അവിടെ കൊണ്ടുവന്ന് ലോഡ് ചെയ്യുക അൺലോഡ് ചെയ്യുകയൊക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം. അങ്ങനെ റെയിൽവേ സൈഡിങ്സ് എന്ന് പറയും. അപ്പോൾ അതിന്റെ കോസ്റ്റ് ആ ഷോൺ ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട് ഓഫ് ദ അസസി ആസ് ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് ദ പ്രീവിയസ് ഡേ ഇൻ വിച്ച് ദ ബിസിനസ് സ്റ്റാർട്ട്സ്. പ്രീവിയസ് ഏത് പ്രിൻസിപ്പിളിലാണ് ബിസിനസ് കമൻസ് ചെയ്യുന്നത് അതിന്റെ ലാസ്റ്റ് ഡേക്ക് മുമ്പ് ഓക്കെ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഇനി എക്സിസ്റ്റിംഗ് ബിസിനസ് ആണെങ്കിൽ എന്താണ്? എക്സ്പെൻസസ് ഫോർ സെറ്റിംഗ് അപ്പ് ന്യൂ യൂണിറ്റ് ഓർ ഫോർ എക്സ്റ്റൻഷൻ. അല്ലെ, ഒരു പുതിയ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ള എക്സ്റ്റൻഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്പെൻസസ്. അതിനകത്ത് ലാൻഡും ബിൽഡിങ്ങും വരാം. അതുപോലെ ഇങ്ങനെയുള്ള എക്സ്പെൻസസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ലാൻഡ് ബിൽഡിംഗ്സ് വരാം. ലീസ് ഹോൾഡ്സ്, plant and machinery, furniture, fittings, railway sidings are shown in book of account of the assessee as on the last day of the previous year in which the extension of the undertaking new unit completed for production and or operation. The capital employed in the business of a company. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് നമ്മൾ പറഞ്ഞത്? കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ്. നേരത്തെ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആണെങ്കിൽ എന്തൊക്കെയാണ്? പുതിയ കമ്പനിക്ക് ദ അഗ്രിഗേറ്റ് ഓഫ് ദ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ അത് കോർപ്പറേറ്റ് അസസി ആണ്. എന്താണ് അഗ്രിഗേറ്റ് ഓഫ് ദ ഇഷ്യൂഡ് ഷെയർസ് ക്യാപിറ്റൽ, ടോട്ടൽ ഷെയർസ് ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് എല്ലാം വരും. ഓക്കെ, അഗ്രിഗേറ്റ് ഓഫ് ദ ഇഷ്യൂ ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ വന്നു. ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ബോറോയിങ്സ് ദ ലാസ്റ്റ് ഡേ ഓഫ് ദ പ്രീവിയസ് ഇയർ വിച്ച് ദ ബിസിനസ് കമൻസസ്. ലോങ് ടേം ബോറോയിങ്സ് എല്ലാം വരും. എക്സിസ്റ്റിംഗ് കമ്പനി ആണെങ്കിൽ എക്സ്പെൻസസ് ഫോർ സെറ്റിംഗ് അപ്പ് ന്യൂ യൂണിറ്റ് ഓർ ഫോർ എക്സെഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് അഗ്രിഗേറ്റ് ഓഫ് ദ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ് ആൻഡ് ലോങ് ടേം ബോറോയിങ്സ്. അപ്പോൾ ഈ ലോങ് ടേം ബോറോയിങ്സ് പറയുന്നത് ഇന്ത്യക്കകത്ത് നിന്നാണെങ്കിൽ അത് മോർ ദൻ 5 years, മോർ ദൻ ഈക്വൽ ടു 5 years ആ ടൈം. ആ പീരീഡിലേക്കായിരിക്കും ലോങ് ടൈം വരുന്നത്. 5 കൊല്ലത്തിന് മുകളിലേക്ക്. ഔട്ട്സൈഡ് ഇന്ത്യ ആണ് 7 years മുകളിലോ ഉള്ള ലോങ് ടൈം ബോറോയിങ്സ് ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് ദ പ്രീവിയസ് ഇയർ 31st March in which the extension of the undertaking or new unit completed for production operation. Okay, for example നമുക്ക് നോക്കാം. For a company as I say, total preliminary expenses 6 lakhs. 6 lakhs preliminary expenses ആണ് കമ്പനിക്ക്. Okay, qualifying preliminary expenditure
അതിൽ ക്വാളിഫയിങ് പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുന്നത് 4.5 lakhs. ഇതാണ് ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പം പ്രിലിമിനറി എക്സ്പെൻസസ് ഉണ്ട്, പക്ഷേ എല്ലാ എക്സ്പെൻസും നമുക്ക് അങ്ങനെ കോസ്റ്റ് നമ്മുടെ പ്രിലിമിനറി എക്സ്പെൻസ് കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ക്വാളിഫൈ ആയിട്ടുള്ള പ്രിലിമിനറി എക്സ്പെൻസസ് 4.5 lakhs ആണ്. കമൻസ്മെന്റ് ഓഫ് ദ ബിസിനസ് 5,624. ബാലൻസ് ആസ് ഓൺ 31,325. അപ്പോൾ നമുക്ക് ആസ് ഓൺ 31,325 ഷെയർ ക്യാപിറ്റൽസ് 3 lakhs, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽസ് ഇക്വിറ്റി 3 lakhs, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽസ് 2 lakhs, ലോങ് ടൈം ബോറോയിങ്സ് മോർ ദാൻ 5 years, ഈക്വൽ ടു 5 years ഇൻ ഇന്ത്യ 1 lakh. അത് അലോവബിൾ ആണ്. കാര്യം ലോങ് ടൈം ബോറോയിങ്സ് 5 years and more അത് മാത്രമേ അപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് താഴെയുള്ള അപ്രൂവ് ചെയ്യില്ല. ലോങ് ടേം ബോറോയിങ്സ് മോർ ദാൻ 6 years or more അത് 1 lakh ഫോറിൻ ബോറോയിങ്സ്. പക്ഷെ അത് അപ്രൂവ്ഡ് അല്ല. കാര്യം എന്താണ് 7 years 6 years അല്ല 7 years ആയിരിക്കണം. മോർ ദാൻ 7 years or more ആണെങ്കിൽ മാത്രമേ അപ്രൂവ് ചെയ്യുള്ളൂ. ഇനി അസറ്റ്സ് 4 lakhs. കമ്പനി പ്രിലിമിനറി എക്സ്പെൻസസ്. പ്രിലിമിനറി എക്സ്പെൻസിന്റെ കേസ് പറയുമ്പോൾ ഇവിടെ നമുക്ക് പ്രിലിമിനറി എക്സ്പെൻസിൽ നമുക്ക് ഷെയർ ക്യാപിറ്റൽ എടുക്കാം 3 lakhs. ഇതിലൊക്കെ ക്യാപിറ്റൽ എംപ്ലോയിഡ്, സോറി ക്യാപിറ്റൽ എംപ്ലോയിഡ് ആദ്യം ഫസ്റ്റ് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ എംപ്ലോയിഡ് നമ്മൾ നോക്കുമ്പോൾ ഷെയർ ക്യാപിറ്റൽസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 3 + 2 5, ലോങ് ടൈം ബോറോയിങ്സ് ഇൻ ഇന്ത്യ 6 lakhs. 6 lakhs നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഈ 1 lakh അപ്രൂവ്ഡ് അല്ല. അപ്പോൾ ലോങ് ടൈം ബോറോയിങ്സ് 6 lakhs-ഉം അസറ്റ് 4 lakhs, അതായത് കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ്. ഓക്കെ, അസറ്റ് 4 lakhs, 4 lakhs-ന്റെ അസറ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മാക്സിമം ലിമിറ്റ് അലോവബിൾ ഈസ് പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ ഇസ് ഈക്വൽ ടു ഹയർ ഓഫ് 5% ഓഫ് കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് ഓർ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇതാണ് നോക്കുന്നത്. അപ്പം 5% ഓഫ് 6 lakhs എന്ന് പറഞ്ഞാൽ 30,000-ഉം 5% ഓഫ് അസറ്റ് 4 lakhs എന്ന് പറഞ്ഞാൽ 20,000. അതുകൊണ്ട് 30,000 ഹയർ നമ്മൾ അപ്രൂവ് ചെയ്തു. അത് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് എന്താണ് പ്രിലിമിനറി എക്സ്പെൻസസ് കോസ്റ്റ് എന്താണ് ക്വാളിഫയിങ് ആയിട്ടുള്ള പ്രിലിമിനറി 4.5 lakhs ഉണ്ട്. നമുക്ക് ഈ 4.5 lakhs നമുക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റുന്ന എത്ര ഉണ്ട്? 30,000 മാത്രമേ കിട്ടൂ. ഈ 30,000 5 years ആയിട്ട് അപ്പോർഷൻ ചെയ്യണം. 5 years-ലായിട്ട് അപ്പോർഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഡിവൈഡ് ബൈ 5 അത് 1/5 of 35 30,000 6,000. അപ്പം ഒരു കൊല്ലം 6,000 വെച്ച് 5 കൊല്ലത്തേക്ക് നമുക്ക് ഇത് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, കോസ്റ്റ് ആയിട്ട് കണക്കാക്കാം. ഇനി മോഹൻ ലിമിറ്റഡ് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ബാംഗ്ലൂർ on 6/9/24. It commences production on March 15, 2025. The following expenses are incurred by the company before commencement of the business. Expenses on incorporation, issue shares, okay, 1,05,000. Preparation of feasibility report, 1,45,000. അപ്പോൾ അതിൽ ഈ വർക്ക് ഇസ് കംപ്ലീറ്റഡ് ബൈ ദ ടാക്സ് പെയർ ഇറ്റ്സെൽഫ്. ആര് ചെയ്താലും കോസ്റ്റ് തന്നെ. എഞ്ചിനീയറിംഗ് സർവീസസ് 1.6 lakhs. Determine the amount of deduction under 35D, assuming the following figures of fixed assets and capital on March 31, 2025. That is the last day of the year in which the taxpayer started production. അപ്പം ആ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ അത് എന്താണ് ആ ഫിനാൻഷ്യൽ ഇയറിലുള്ള കോസ്റ്റ് 35D ഡ്യൂറേഷൻ എത്രയാണെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് ടു പറഞ്ഞിട്ട് എത്രയാണ് ഫിക്സ്ഡ് അസറ്റ്സിന്റെ കോസ്റ്റ്? 60 lakhs, share capital 45 lakhs, debentures 16 lakhs, and long-term borrowing from the financial institution payable is more than 7 years. ഇതെല്ലാം ഇതിനുള്ള കോസ്റ്റിലാണ് വരുന്നത്. അപ്പം അങ്ങനെ കോസ്റ്റ് വരുമ്പോൾ നമുക്ക് ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ, അഡിഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത്രയും കോസ്റ്റിനത് വന്നിട്ടുണ്ട്. ഫിക്സ്ഡ് അസറ്റ്, ഷെയർ ക്യാപിറ്റൽ, ഡിബെഞ്ചേഴ്സ് എല്ലാം ഇത് പറയുന്നുണ്ട്. അതിൽ കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ്, ഇപ്പോൾ ഫിക്സ്ഡ് അസറ്റ് കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് അസറ്റ്സ് അല്ലേ, ഇതാണ് അയാൾ അസറ്റാണ് കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് ആണ് 60 lakhs. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്താണ്? ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഷെയർ ക്യാപിറ്റൽ, ഡിബെഞ്ചേഴ്സ്, ലോങ് ടേം ബോറോയിങ്സ് മൂന്നും അതിനകത്ത് വരും. കാര്യം മോർ ദാൻ 7 years ആയതുകൊണ്ട് 70,000 ടോട്ടൽ. 40 people 16 + 9. Maximum qualifying expenditure 5% is 60 lakhs or 5% is 70 lakhs. അപ്പോൾ 5% 70 lakhs എന്ന് പറയുമ്പോൾ 35,000, 3,50,000 തോന്നും അല്ലേ? 3,50,000 തോന്നും. ഇനി
ക്വാളിഫയിങ് എക്സ്പെൻഡിച്ചർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ്പെൻസസ് ഓൺ ഇൻകോർപ്പറേഷൻ or issue shares അത് ആപ്ലിക്കബിൾ ആണ്. പ്രിപ്പറേഷൻ ഫിസിബിലിറ്റി റിപ്പോർട്ട് 1.45, engineering services total 4,10,000. Amount eligible for amortization is lower of maximum limit or qualifying expenditure അല്ലേ? അപ്പം ലോവർ ഓഫ് ദ മാക്സിമം ലിമിറ്റ്. എത്രയാണ്? 3,50,000. ക്വാളിഫയിങ് എക്സ്പെൻഡിച്ചർ എത്രയാണ്? 4,10,000. അപ്പോൾ ഇത് ലോവർ ഏതാണ്? 3,50,000. 3,50,000 എന്ന് പറയുന്നത് നമ്മൾ 5 കൊല്ലമായിട്ട് ഓക്കെ 70,000 പെർ ഇയർ വെച്ചിട്ട് നമുക്ക് ഇത് ഡിഡക്ട് ചെയ്യാവുന്നതാണ്. Jardine Limited is an existing Indian company which sets up new industrial unit. It incurs the following expenditure in connection with the new unit. എന്തൊക്കെ എക്സ്പെൻസ് ആണോ ഈ പറഞ്ഞ ജാർഡൻ ലിമിറ്റഡ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്? പ്രിപ്പറേഷൻ ഓഫ് പ്രോജക്ട് റിപ്പോർട്ട് 4 lakhs, മാർക്കറ്റ് സർവേ 5 lakhs, ലീഗൽ ആൻഡ് അതർ ചാർജസ് ഫോർ ഇഷ്യൂ ഓഫ് അഡീഷണൽ ക്യാപിറ്റൽ ഫോർ ന്യൂ യൂണിറ്റ് 2 lakhs, ടോട്ടൽ 11 lakhs. ഫോളോയിങ് ഫർദർ ഡേറ്റ ഈസ് ഗിവൺ. കോസ്റ്റ് പ്രോജക്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അസറ്റ് എന്ന് പറയുന്നത് 30 lakhs, ക്യാപിറ്റൽ എംപ്ലോയിഡ് 40 lakhs. വാട്ട് ഇസ് ദ ഡിഡക്ഷൻ അഡ്മിസിബിൾ അണ്ടർ 35D? അതാണ് ക്വസ്റ്റ്യൻ. അപ്പം അഡ്മിഷണൽ പ്രിലിമിനറി എക്സ്പെൻസസ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനകത്ത് കോസ്റ്റ് പ്രോജക്റ്റ് അസറ്റ് എന്ന് പറയുന്നത് 30 lakhs, ക്യാപിറ്റൽ എംപ്ലോയിഡ് 40 lakhs ആണ്. മാക്സിമം അഡ്മിഷണൽ ലിമിറ്റ് എന്ന് പറയുന്നത് 5% 30 lakhs ആൻഡ് 40 lakhs, whichever is more. ഓക്കെ, അപ്പോൾ 40 lakhs 5% 2 lakhs. എലിജിബിൾ പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുന്നത് 11 lakhs ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എലിജിബിൾ ഡിഡക്ഷൻ അണ്ടർ 35D ഈസ് മിനിമം ഓഫ് 2 lakhs or 11 lakhs. അപ്പോൾ 2 lakhs ഇത് 5 കൊല്ലമായിട്ട് അപ്പോർഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, 40,000 വെച്ചിട്ട് ഓരോ കൊല്ലവും ഡിഡക്ട് ചെയ്യാം. അടുത്ത 35DD ആണ്. സെക്ഷൻ 35DD പറയുന്നത് അമോർട്ടൈസേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻ കേസ് ഓഫ് അമാൽഗമേഷൻ ഓർ ഡിമർജർ, ഡിഡക്ഷൻ ഓഫ് എക്സ്പെൻസസ് ഇന്ത്യൻ കമ്പനി. അപ്പം ഡിമർജർ അമാൽഗമേഷൻ നടത്തുന്നുള്ള എക്സ്പെൻസസ്. അപ്പോൾ അമാൽഗമേറ്റിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? അമാൽഗമേറ്റിംഗ് കമ്പനി പഴയ കമ്പനി അത് അമാൽഗമേറ്റഡ് കമ്പനി ന്യൂ കമ്പനിയായിട്ട് ഫോം ചെയ്യും അല്ലേ? അപ്പോൾ 1-2 കമ്പനി അമാൽഗമേറ്റ് ചെയ്ത് പുതിയ കമ്പനിയായി. പുതിയ കമ്പനി ഫോം ചെയ്തു. അമാൽഗമേറ്റഡ് കമ്പനീസ് ജോയിൻ ചെയ്ത് മെർജ് ചെയ്ത് പുതിയ കമ്പനിയായി. ന്യൂ അമാൽഗമേറ്റഡ് കമ്പനി. എ ലിമിറ്റഡ് പ്ലസ് ബി ലിമിറ്റഡ് അമാൽഗമേറ്റഡ് കമ്പനീസ് AB ലിമിറ്റഡ് ആയിട്ടുണ്ടായി. അത് അമാൽഗമേറ്റഡ് കമ്പനിയാണ്. ഇനി ഡീമർജഡ് ആണെങ്കിൽ എങ്ങനെയാണ്? അത് റിസൾട്ടിങ് കമ്പനി ഫോം ചെയ്യും. എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി 2 കമ്പനിയായിട്ട് സ്പ്ലിറ്റ് ആയി. അപ്പോൾ റിസൾട്ടിങ് കമ്പനീസ് ബി ലിമിറ്റഡ് സി ലിമിറ്റഡ് ഉണ്ടായി. ഓക്കെ, ഡിഡക്ഷൻ ഷാൽ ബി അലൗഡ് ടു ദ അമാൽഗമേറ്റഡ് ഓർ റിസൾട്ടിങ് കമ്പനി. ഇപ്പോൾ അമാൽഗമേറ്റഡ് കമ്പനിക്കായിരിക്കും ന്യൂ കമ്പനിക്കായിരിക്കും കിട്ടുന്ന റിസൾട്ട്. ഇത് ഇപ്പോൾ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ഡീമർജഡ് കമ്പനി റിസൾട്ടിങ് കമ്പനിക്കായിരിക്കും കിട്ടും. എന്താണ് applicable to Indian companies only? Conditions എന്താണ്? It should be Indian company. Assessee should have incurred expenditure wholly or exclusively for the purpose of amalgamation demerger. അപ്പം ഈ ഡീമർജറിനും അമാൽഗമേഷനുള്ള എക്സ്പെൻസ് മാത്രമേ ഡിഡക്ഷൻ കിട്ടുകയുള്ളൂ. നോ ഡിഡക്ഷൻ ഹാസ് ബിൻ ക്ലെയിംഡ് ഫോർ സച്ച് എക്സ്പെൻസ് അണ്ടർ എനി അതർ സെക്ഷൻ. അപ്പോൾ ഇതുപോലുള്ള ഈ പറഞ്ഞ ഡിഡക്ഷൻ വേറെ ഒരു സെക്ഷനിലും ക്ലെയിം നേരത്തെ ക്ലെയിം ചെയ്തിരിക്കാൻ പാടില്ല. ഇനി ക്വാണ്ടം ഓഫ് ഡിഡക്ഷൻ 1/5 of the expenditure so incurred for a period of 5 years commencing from the previous year in which amalgamation demerger took place. Okay, takes place. അതായത് അമാൽഗമേഷനും ഡീമർജറും ഉണ്ടാകുന്ന വർഷം ആ പ്രീവിയസ് ഇയർ തൊട്ട് 5 കൊല്ലത്തേക്ക് 1/5 20% വെച്ച് ക്ലെയിം ചെയ്യാൻ പറ്റും. 35DDA amortization of expenditure incurred under VRS. Okay, VRS voluntary retirement scheme. Okay, 35DDA applies to any assessee who has incurred expenditure in the previous year for VRS scheme to its employees. അപ്പോൾ വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വരുന്ന എക്സ്പെൻസസ് ഒക്കെ എംപ്ലോയീസിന് വേണ്ടി VRS ഡിക്ലെയർ ചെയ്തെങ്കിൽ അതിന് വരുന്ന എക്സ്പെൻസസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ അലോവബിൾ ഈസ് 1/5 of the amount paid for the previous year in which the amount is actually paid. അപ്പോൾ അതിൻ്റെ 1/5 വെച്ചിട്ട് നിങ്ങൾക്ക് 5 കൊല്ലത്തേക്ക് ഇത് ക്ലെയിം ചെയ്യാവുന്നതാണ്. ആക്ച്വലി പേ ചെയ്ത എമൗണ്ട് 1/5 ആൻഡ് ബാലൻസ് ഇൻ 4 equal installment in the immediately succeeding years. No deduction shall be allowed in respect of above expenditure under any other sections of Income Tax Act 1961.
In the case of any business reorganization, amalgamation, demerger, deduction shall be allowed to result in company. അപ്പോൾ അമാൽഗമേഷൻ ഡിമർജർ ഉണ്ടായത് കൊണ്ടുള്ള VRS മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിഡക്ഷൻ ഷാൽ ബി അലൗഡ് ടു റിസൾട്ടിംഗ് കമ്പനി. ആ റിസൾട്ടിംഗ് കമ്പനി ഇല്ലെങ്കിൽ അമാൽഗമേറ്റഡ് കമ്പനി, അങ്ങനെയുള്ള കമ്പനിക്ക് ആയിരിക്കും ഈ ഒരു ഡിഡക്ഷൻ കിട്ടുന്നത്. ബീയിങ് ഇൻ ഇന്ത്യൻ കമ്പനി ഫോർ ദ റിമൈനിങ് ഇയേഴ്സ് ആസ് ദ കേസ് മേ ബി സെക്ഷൻ 35 DDA for the residual period as if the amalgamation demerger has not taken place. Okay. Effect of succession of a business. Where there has been the reorganization business whereby a firm property concern is succeeded by a company fulfilling conditions laid down by section 45 30 and fixed section 45 40. അപ്പോൾ ഒരു സക്സസർ കമ്പനി ഉണ്ടാകുകയാണ് അല്ലേ, ഒരു പ്രൊപ്രൈറ്ററി ഫേം ആണ്, അത് സക്സീഡ് ബൈ കമ്പനി, അത് ഒരു കമ്പനി ആയിട്ട് അതിന്റെ സക്സസ് ഒരു കമ്പനിയാണ്. അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി ഓർ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി സക്സീഡ് ബൈ LLP, അതൊരു LLP ആയിട്ട് ഫുൾഫില്ലിംഗ് കണ്ടീഷൻസ് ലൈഡ് ഡൗൺ ബൈ സെക്ഷൻ 47 13B. The provisions of this section shall apply to the successor concern. ആ സക്സസർ കൺസേണിന് ഇത് ഏതാണ് സക്സസർ, ആ സക്സസർ ഇത് ആപ്ലിക്കബിൾ ആയിരിക്കും. ആസ് ദേ വുഡ് ഹാവ് അപ്ലൈഡ് ടു ദ പ്രെഡെസസർ ആസ് ഇഫ് റീഓർഗനൈസേഷൻ ഹാസ് നോട്ട് ടേക്കൻ പ്ലേസ്. ഒരു റീഓർഗനൈസേഷൻ തന്നിട്ടില്ല എന്ന് കരുതി സക്സസർ കമ്പനിക്ക് ഈ ഡിസിഷൻസ് എടുക്കണം. നോ ഡിസിഷൻ ഇസ് അലോവബിൾ ടു ദ അമാൽഗമേറ്റിംഗ് കമ്പനി. അമാൽഗമേറ്റഡ് കമ്പനിക്ക് കിട്ടും അമാൽഗമേറ്റിംഗ് കമ്പനി. അമാൽഗമേറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് രണ്ട് കമ്പനി ചേർന്ന രണ്ട് കമ്പനിയാണ് അമാൽഗമേറ്റിംഗ് എന്ന് പറയുന്നത്. അമാൽഗമേറ്റ് കമ്പനി റിസൾട്ടിംഗ് കമ്പനിയാണ്. ഡീമർജഡ് കമ്പനി അല്ല, ഡീമർജഡ് കമ്പനി ഡീമർജ് ചെയ്ത് കഴിഞ്ഞ് റിസൾട്ടിംഗ് കമ്പനീസ് ഫോം ചെയ്യുകയാണ്. ഫോം പ്രൊപ്രൈറ്ററി ഓർ അതർ കൺസേൺ ഇൻ ദ പ്രീവിയസ് ഇൻ വിച്ച് അമാൽഗമേഷൻ ഡീമർജ് സക്സഷൻ ടെക്നിക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻഡിവിജ്വൽ കമ്പനികൾക്ക് ഇത് കിട്ടുകയില്ല, റിസൾട്ടിംഗ് കമ്പനിക്ക് മാത്രമേ ഇതിന്റെ പ്രയോജനം കിട്ടുകയുള്ളൂ. നോ ഡിഡക്ഷൻ ഇസ് അലവബിൾ ഇൻ റെസ്പെക്ട് സച്ച് എക്സ്പെൻഡിച്ചർ ഇൻ എനി അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. മറ്റ് പ്രൊവിഷൻ ഇൻകം ടാക്സ് ആക്ടിന്റെ മറ്റ് പ്രൊവിഷൻസിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എക്സ്പെൻഡിച്ചർ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പ്രീവിയസ് ഇയർ 23-24 VRS പേയബിൾ ഇസ് 5 lakhs. അപ്പം പ്രീവിയസ് ഇയർ 24-25 3 lakhs പേ ചെയ്തു. ഓക്കെ, അതിന്റെ മൺസ് എന്ന് പറയുന്നത് 3,60,000. പ്രീവിയസ് 25-26 2 lakhs പേ ചെയ്തു, അതിന്റെ 140,000. അപ്പോൾ അമോർട്ടൈസേഷൻ, ഓക്കെ, അമോർട്ടൈസേഷൻ ഓഫ് VRS എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കാം. അപ്പൊ 23-24 VRS ഡ്യൂ ആയെങ്കിലും അന്നൊന്നും പേ ചെയ്തിട്ടില്ല. 24-25 3 lakhs 60,000 പേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ 60,000 ആ ഇയർ പേ ചെയ്തിട്ടുള്ളൂ. ഈ 5 കൊല്ലത്തെ അപ്പം 24-25 24-26 ഈ പറഞ്ഞ 5 കൊല്ലത്തേക്കായിരിക്കും ഇത്. ഈ 3 lakhs 5 കൊല്ലം കൊണ്ട് വേണം. അപ്പൊ 60,000 into 5 6 lakhs ചെയ്തത് 5 yearsലായിട്ട് 3 lakhs പേ ചെയ്യുന്നുണ്ട്. ഈ നെക്സ്റ്റ് 2 lakhs നെക്സ്റ്റ് 5 yearsലേക്ക് ചെയ്തു. അപ്പം ഈ 24-25 60,000 മാത്രമേ കൊടുത്തുള്ളൂ. 24-26 ഈ 3 lakhs 60,000 2 lakhs 40,000 20% ചെയ്യുന്നുണ്ട്. ടോട്ടൽ 1 lakh വന്നു. അപ്പം നെക്സ്റ്റ് ഒരു 4 yearsലേക്ക് 1 lakhs വെച്ച് പേ ചെയ്തു. അപ്പോഴത്തേക്ക് 60,000 ഈ 3 lakhs കംപ്ലീറ്റ് ആയി. ഇനി ഒരു 40,000 ബാലൻസ് ഉണ്ട് 2 lakhs, അത് 29-30 പേ ചെയ്യും. ഇങ്ങനെ നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അക്കോർഡിംഗ് ടു വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം ഓഫ് എക്സ് ലിമിറ്റഡ് ഈച്ച് എംപ്ലോയി വിൽ ഗെറ്റ് വോളണ്ടറി റിട്ടയർമെന്റ് കോമ്പൻസേഷൻ ഇൻ 3 installments. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പം ഇതിൽ എക്സ് ലിമിറ്റഡ് ഈച്ച് എംപ്ലോയി വിൽ ഗെറ്റ് വോളണ്ടറി റിട്ടയർമെന്റ് കോമ്പൻസേഷൻ ഇൻ 3 installments 3 installment കൊടുക്കും എന്നുള്ളതാണ് കണ്ടീഷൻ. 35% ആയത് ടൈം ഓഫ് വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കുന്നത് വർഷം 35%. ആ വർഷം തന്നെ November 1st 10%. ഓക്കെ, സോറി 10% ഓൺ November 1st ഓഫ് ദ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷമുള്ള ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ 10%, റിമൈനിങ് 50% ഓൺ December 1st ഓഫ് ദ സെക്കൻഡ് financial year immediately after retirement. The second scheme, the scheme is opened for financial 24-25
only. ഒറ്റ കൊല്ലത്തേക്കേ ഉള്ളൂ. During the financial year, 17 employees to PRS, a total compensation 80 lakhs. Payable by way of 3 installments as stated above. 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഫസ്റ്റ് 35%, പിന്നെ 10%, പിന്നെ 55%. അങ്ങനെയാണ് പേ ചെയ്യുന്നത്. അപ്പം മൊത്തം 28 lakhs. ഓക്കെ, അപ്പോൾ അത് 24-25 അവർ VRS എടുക്കുമ്പോൾ 28 lakhs. ആ 28 lakhs എന്നുള്ളത് VRS എടുക്കുന്നുണ്ട് വർഷം അത് 5 പാർട്ടായിട്ട് അത് ക്ലെയിം ചെയ്യാൻ പറ്റും. 28 lakhs 5 പാർട്ടായിട്ട് ക്ലെയിം ചെയ്യാം. ഇനി അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ 10% പേബിൾ ആണ് അല്ലേ? മൊത്തം 80 lakhs ആണ്. 80 lakhsന്റെ 35% എന്ന് പറഞ്ഞാൽ 28 lakhs-ഉം 80 lakhsന്റെ 10% എന്ന് പറയുന്നത് 8 ലക്ഷം. അപ്പോൾ 8 ലക്ഷം 5 കൊല്ലം കൊണ്ട്. അപ്പം നെക്സ്റ്റ് ഇയറിൽ അല്ലേ, നെക്സ്റ്റ് ഇയറിൽ 10% ഓൺ November 1st ഓഫ് ദ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റിട്ടയർമെന്റ്. അപ്പം റിട്ടയർമെന്റ് കഴിഞ്ഞുള്ള അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ നവംബറിൽ 10% പേ ചെയ്യാം. അത് 5 കൊല്ലത്തേക്ക് അത് ക്ലെയിം ചെയ്യാം. അത് 8 ലക്ഷം. ബാക്കിയുള്ള 55 ലക്ഷം. ഇത് കഴിഞ്ഞാൽ ഈ 28 + 8 എന്ന് പറയുന്നത് എന്താണ്, 36 lakhs കഴിഞ്ഞുള്ള 44 lakhs ആണ് 55%. ഈ 55% അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ 5 കൊല്ലത്തേക്ക് ഇത് പേ ചെയ്യാം. 8.8 20% വെച്ച് നമ്മൾ 44 lakhs ആവും. അപ്പോൾ ടോട്ടൽ 80 lakhs. അല്ല, ഈ ഫസ്റ്റ് ഇയർ 24-25 5.6 lakhs-ഉം സെക്കൻഡ് ഇയറിൽ ഈ 10% കൂടെ ചേർന്നുള്ള 7.2 lakhs-ഉം തേർഡ് ഇയർ വന്നപ്പം ഈ 50%-ന്റെ 20% കൂടെ ചേർത്ത് 16 lakhs വെച്ച് പേ ചെയ്യുക. അപ്പോൾ അങ്ങനെ 5 years വെച്ച് എല്ലാം പേ ചെയ്യുമ്പോൾ 80 lakhs കംപ്ലീറ്റ് ആവും. സെക്ഷൻ 35E, ഡിഡക്ഷൻ ഫോർ എക്സ്പെൻഡിച്ചർ ഓൺ പ്രോസ്പെക്ടിങ് ഓർ എക്സ്ട്രാക്ഷൻ ഓർ പ്രൊഡക്ഷൻ ഓഫ് സർട്ടൻ മിനറൽസ്. അപ്പം ചില മിനറൽസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എക്സ്പെൻസസ് അല്ലേ, അപ്പം അതിന് നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. Applicable to assessee being an Indian company or a person other than company who is resident in India. Indian companies മാത്രമേ കിട്ടൂ, ഇന്ത്യൻ റെസിഡൻസിന് മാത്രമേ കിട്ടുകയുള്ളൂ. ഓക്കെ, engaged with the operation relating to prospecting for or extraction or production of any mineral production വേണ്ടിയുള്ള അങ്ങനെയുള്ള കേസുകളിൽ മാത്രം. അപ്പോൾ എന്താണ്, ഈ മിനറൽസ് 7th ഷെഡ്യൂൾ, ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 7th ഷെഡ്യൂൾ പറഞ്ഞിട്ടുള്ള ഇത് പറഞ്ഞിരിക്കുന്നത് 7th ഷെഡ്യൂൾ പറഞ്ഞിട്ടുള്ള എയും ബിയും സെക്ഷനുകൾ, അതിൽ പറഞ്ഞിട്ടുള്ള ആ പറയുന്ന ബിസിനസ്സിൽ മാത്രം ഇത് അവൈലബിൾ ആയിട്ട് ഉള്ളൂ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 7th ഷെഡ്യൂളിൽ പാർട്ട് എ മിനറൽസ് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ചില മിനറൽസ് പറയുന്നുണ്ട്. അലൂമിനിയം ഓസ്, അപ്റ്റൈറ്റ് ആൻഡ് ഫോസ്ഫേറ്റ് ഓസ്, ബെറൈൽ, ഇങ്ങനെ കുറച്ചധികം സാധനങ്ങളുണ്ട്. അപ്പോൾ അത് സിർക്കോൺ വരെ ഒരു 27 ഐറ്റംസ് ഉണ്ട്. ഓക്കെ, ടങ്സ്റ്റൺ ഓസ്, പിന്നെ യുറാനിഫറസ്, അലനൈറ്റ്, മോണസൈറ്റ്സ് ഇങ്ങനെ പറയുന്നുണ്ട്. പാർട്ട് ബിയിൽ വേറെയും പറയുന്നുണ്ട്. ഓക്കെ, പാർട്ട് എയിലും പാർട്ട് ബിയിലുമുള്ള ഇത്തരം മിനറൽസ് അതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എന്താണ്, കണ്ടീഷൻസ് ടു സാറ്റിസ്ഫൈഡ് അസസി ഈസ് എൻഗേജ്ഡ് ഇൻ എനി ഓപ്പറേഷൻ റിലേറ്റിംഗ് ടു prospecting or extraction of production of any mineral specified in the 7th schedule. Expenditure should have incurred by the assessee. Prospecting of any mineral specified in the 7th schedule or development of mine or other natural deposit or any such mineral. ഇതിനകത്ത് എക്സ്പെൻസസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. Period in which expenditure is incurred. Qualification for reduction. In the previous year in which commercial production commences. അപ്പോൾ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമൻസ് ചെയ്യുന്ന പ്രീവിയസ് ഇയറിൽ ഇത് ക്ലെയിം ചെയ്യാം. എനി ടൈം ഡ്യൂറിംഗ് ദ പീരീഡ് 4 years preceding the year in which commercial production commences. അല്ലേ, കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമൻസ് ചെയ്യുന്ന 4 കൊല്ലം മുമ്പത്തേക്കുള്ള ഏത് 4 എക്സ്പെൻസുകൾ ക്ലെയിം ചെയ്യാവുന്നതാണ്. എക്സ്പെൻഡിച്ചർ നോട്ട് ക്വാളിഫൈഡ്, എക്സ്പെൻഡിച്ചർ ഓൺ അക്വിസിഷൻ ഓഫ് സൈറ്റ് or any right
ഇൻ ഓർ ഓവർ സച്ച് സൈറ്റ്. അപ്പോൾ റേറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്പെൻസസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എക്സ്പെൻഡിച്ചർ ഓൺ അക്വസിഷൻ ഓഫ് ഡെപ്പോസിറ്റ്സ് ഓഫ് മിനറൽസ് ഓർ എനി റൈറ്റ് ഇൻ ഓർ ഓവർ സച്ച് ഡെപ്പോസിറ്റ്സ്. എക്സ്പെൻഡിച്ചർ ഓഫ് ക്യാപിറ്റൽ നേച്ചർ, ബിൽഡിംഗ്, P&M furniture in respect of which position is allowable under section 32. സെക്ഷൻ 32-ൽ ഓൾറെഡി ക്ലെയിം ചെയ്യാൻ പറ്റാവുന്ന ബിൽഡിങ്സും ഇല്ല ക്യാപിറ്റൽ നേച്ചറുള്ള കാര്യങ്ങൾക്ക് അത് ഇതിൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി നിങ്ങൾക്ക് അതിന് 32 ഫെസിലിറ്റി ഉണ്ട്, അതുകൊണ്ട് ഇത് പറ്റില്ല. എനി എക്സ്പെൻഡിച്ചർ വിച്ച് ഇസ് മെഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ബൈ എനി അതർ പേഴ്സൺ ഓർ അതോറിറ്റി ആൻഡ് എനി സെയിം. അപ്പോൾ ഗവൺമെന്റ് ചില സബ്സിഡി മറ്റു കാര്യം തരുന്നുണ്ട്, അവർ അതിൻ്റെ എക്സ്പെൻസ് ബിയർ ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസി ബിയർ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആൻഡ് സെയിൽ സാൽവേജ് കോമ്പൻസേഷൻ ഓർ ഇൻഷുറൻസ് മണി റിയലൈസ്ഡ് ബൈ SSC, ഇല്ലെങ്കിൽ അയാൾ ഈ എക്സ്പെൻസ് ഇൻഷുറൻസ് ആയിട്ട് കിട്ടുന്നുണ്ട്, ഇല്ലെങ്കിൽ അതിൻ്റെ പിന്നെ സാൽവേജ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുമ്പം അതിൽ പൈസ കിട്ടുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നതിന് അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. or any property or rights brought into existence as a result of expenditure shall be excluded. In case of non-corporate SSC, the accounts for the year in which the expenditure incurred shall be audited by CA. The CA ഈ പറയുന്ന non-corporate SSC CA ഇത് ഓഡിറ്റ് ചെയ്തിരിക്കണം. ആൻഡ് റിപ്പോർട്ട് ഇൻ ഫോം 3E must be electronically uploaded. എന്നിട്ട് 3E ഫോമിൽ ഇത് അപ്ലോഡ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് 1 month prior to the due date of filing ROI of the first year in which deduction is claimed. എന്നാൽ മാത്രമേ അങ്ങനെ നമ്മൾ 1 month prior to ROI ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ക്വാണ്ടം ഓഫ് ഡിഡക്ഷൻ. ടോട്ടൽ എലിജിബിൾ ഡിഡക്ഷൻ ഷാൽ ബി അലോവബിൾ ഫോർ 10 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്. 10 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ, ഫ്രം ദ ഇയർ ഓഫ് കമൻസ്മെന്റ് ഓഫ് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ. കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ തൊട്ട് 10 കൊല്ലത്തേക്ക്. ഹൗവർ ദ ഡിഡക്ഷൻ ഓഫ് പ്രീവിയസ് ഇയർ കനോട്ട് എക്സീഡ് ദ ഇൻകം. അപ്പോൾ ഇൻകത്തൊക്കെ കൂടുതൽ ഡിഡക്ഷൻ വരാൻ പാടില്ല ബിഫോർ മേക്കിംഗ് ഡിഡക്ഷൻ അണ്ടർ ദിസ് സെക്ഷൻ. അപ്പോൾ ഒരു പ്രീവിയസ് ഇയറിലെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് ആ പ്രീവിയസ് ഇയറിൽ എനിക്ക് അതൊക്കെ കൂടാൻ പാടില്ല. അത് പ്രീവിയസ് ഇയർ അറൈസ് ഫ്രം ദ കൊമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ. ട്രീറ്റ്മെന്റ് ഓഫ് അൺഅബ്സോർബ്ഡ് മണി. അൺഅബ്സോർബ്ഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യും? ദ അൺഅബ്സോർബ്ഡ് എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെന്റ് റിലേറ്റിംഗ് ടു പ്രീവിയസ് ഇയർ ക്യാൻ ബി ക്യാരിഡ് ഫോർവേഡ് ആൻഡ് ആഡഡ് ടു ദ ഇൻസ്റ്റാൾമെന്റ് ഓഫ് ദ സക്സീഡിംഗ് ഇയർ. അടുത്ത കൊല്ലത്തേക്ക് അത് ആഡ് ചെയ്യാൻ പറ്റും. അപ് ടു 10th പ്രീവിയസ് ഇയർ, 10 കൊല്ലത്തേക്ക് ചെയ്യാൻ പറ്റും. കമൻസ് ഫ്രം ദ ഇയർ ഇൻ വിച്ച് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട്. കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് 10 കൊല്ലത്തേക്ക് ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇൻ ദ കേസ് ഓഫ് ബിസിനസ് റീഓർഗനൈസേഷൻ, അമാൽഗമേഷൻ ഓർ ഡിമർജർ, ഡിഡക്ഷൻ ഷാൽ ബി അലൗഡ് റിസൾട്ടിംഗ് കമ്പനി. അപ്പം അത് റീഓർഗനൈസേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ റിസൾട്ടിംഗ് കമ്പനിക്ക്, ഇല്ലെങ്കിൽ അമാൽഗമേറ്റഡ് കമ്പനിക്ക് ഇത് ക്ലെയിം ചെയ്യാം. ബീയിങ് എൻ ഇന്ത്യൻ കമ്പനി ഫോർ റിമൈനിങ് ഇയേഴ്സ് ആസ് ദ കേസ് മേ ബി അണ്ടർ സെക്ഷൻ 35E for the residual period as if the amalgamation demerger is not taken place. No deduction is available to the amalgamating company. Demerged company, അത് അമാൽഗമേറ്റിംഗ് കമ്പനിക്കല്ല അമാൽഗമേറ്റഡ് കമ്പനിക്കാണ് ഡിഡക്ഷൻ കിട്ടുന്നത്, അല്ലേ? കിട്ടുന്നത് അല്ലാതെ അതിൻ്റെ പിന്നെ അത് അമാൽഗമേറ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് കിട്ടില്ല. വൺസ് അമാൽഗമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന റിസൾട്ടിംഗ് കമ്പനിക്ക്, അമാൽഗമേറ്റ് കമ്പനിക്ക്, ഡിമർജ് ചെയ്ത് വരുന്ന റിസൾട്ടിംഗ് കമ്പനിക്ക് മാത്രമേ ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. സക്സസർ കമ്പനിക്ക് മാത്രമേ പറ്റുള്ളൂ. നോ ഡിഡക്ഷൻസ് അലോവബിൾ ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് എക്സ്പെൻഡിച്ചർ ഇൻ എനി അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. അപ്പം ഇതിന് താഴെ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഈ സെക്ഷൻ 35E താഴെ ക്ലെയിം ചെയ്ത് മറ്റ് സെക്ഷനിൽ ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല.